السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد. الله سبحانه وتعالى അവൻ്റെ ദീനിൻ്റെ വിധിവിലക്കുകളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കുവാൻ നമുക്ക് തൗഫീഖ് തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു വെച്ച ഒരു സബ്ജക്റ്റാണ് ഇന്നെടുക്കുന്നത്. അതായത് നമ്മൾ നമ്മുടെ വിശ്വാസി എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമായി പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്ന കുറേ വാക്കുകൾ, അത് എന്താണ്, എന്തൊക്കെയാണ് അതിൻ്റെ വിശദീകരണം, ആരാണവർ എന്നൊക്കെയൊന്ന് അറിഞ്ഞിരിക്കുക. സാധാരണ നമ്മൾ പറയുന്ന വാക്കിൽപ്പെട്ടതാണ് നബി, റസൂല്, അമ്പിയാക്കൾ, മുർസലുകൾ, ഉലുൽ അസുമുകൾ. പിന്നെ നമ്മൾ വല്ലാതെ ഉപയോഗിക്കാത്തൊരു പ്രയോഗമാണ് ഹുല്ലത്തുകൾ, അതേപോലെ സ്വഹാബികൾ, താബിഉകൾ. അതുപോലെ നമ്മൾ നമ്മൾ അത്ര ശ്രദ്ധിക്കാതെ പോയിട്ടുള്ളൊരു വാക്കാണ് മഖ്ലറമീങ്ങൾ, തബഉ താബിഈങ്ങൾ. പിന്നെ ഇവരുടെ എല്ലാം പേരിൽ നമ്മൾ എന്താണ് ഈ അലൈഹിസ്സലാം, സല്ലല്ലാഹു അലൈഹി വസല്ലം, റളിയല്ലാഹു അൻഹു എന്നുള്ള പ്രയോഗങ്ങൾ, ഇത്തരം പ്രയോഗങ്ങളുടെ ശരിയായ രീതികൾ എങ്ങനെയാണെന്നൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. അയാളുടെ ജീവിതത്തിലെ കഠിനാധ്വാനം കൊണ്ട് നേടാൻ കഴിയാത്ത ചില പദവികളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് അംബിയ, മുർസലുകൾ ആകാൻ കഴിയുക, അതേപോലെ സ്വഹാബി ആകാൻ കഴിയുക, താബിഅ്, തബഉ താബിഈങ്ങൾ. ഇത്രയും പദവികൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര ശ്രമിച്ചാലും നമുക്ക് നേടാൻ കഴിയാത്ത പദവികളാണ്. ഞാൻ നബി ആകണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ട് കാര്യമില്ല, നബി ആകൂല, മുർസലും ആകൂല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കപ്പെട്ട വ്യക്തികൾക്ക് കൊടുക്കുന്ന ഒരു പദവി. അത് നിശ്ചയിക്കപ്പെട്ട സമയത്ത് മാത്രമേ അത് കിട്ടുള്ളൂ. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അന്ന് നബിയുമായി ബന്ധപ്പെട്ട ആളുകൾ, അവരാണ് സഹാബികൾ എന്നുള്ള പദവിയിലേക്ക് വരുന്നത്. ഇന്ന് നമ്മൾ എങ്ങനെ ഇബാദത്ത് ചെയ്ത് എങ്ങനെയൊക്കെ എവിടേക്ക് എത്തിയാലും സഹാബി എന്ന പദവിയിലേക്ക് എത്താൻ നമുക്ക് കഴിയില്ല. അപ്പൊ ഇതിനെ പറ്റിയുള്ള ഒരു വിശദമായ പഠനം. ആരാണ് നബി? നമുക്ക് അവിടെ മുതൽ തുടങ്ങാം. നബി എന്ന് പറഞ്ഞാൽ നുബുവത്ത് ലഭിച്ച വ്യക്തി എന്നർത്ഥം. റസൂൽ എന്ന് പറഞ്ഞാൽ റിസാലത്ത് ലഭിച്ച വ്യക്തി എന്നർത്ഥം. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. നബി എന്ന് പറയുമ്പോൾ ഹുവല്ലദി യൂഹാ ഇലൈഹി ബിശ്ശറഇൻ വലാകിൻ ലാ യുഅ്മറു ബിതബ്ലീഗിൻ നാസി. ഒരു നിയമം ഒക്കെ ആയിട്ടായിരിക്കും നബീനെ അള്ളാഹു നിയമിച്ചിട്ടുണ്ടാകുക. പക്ഷേ അത് തബ്ലീഗ് ചെയ്യാൻ, ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള നിർദ്ദേശം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ജനങ്ങൾക്ക് ഈ ദിവ്യബോധനത്തെ സംബന്ധിച്ചുള്ള ഒരു വിവരണം കൊടുക്കേണ്ട ആവശ്യമില്ല. ചില സാഹചര്യങ്ങൾക്ക് അനുസരിച്ചു കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില നബിമാരെ അയക്കും. ഇപ്പൊ ഉദാഹരണത്തിന് മൂസ അലൈഹിസ്സലാം നബിയുമാണ്, റസൂലുമാണ്, ഉലുൽ അസ്മുമാണ്. ഈ പദവികളുള്ള ആളാണ് മൂസ അലൈഹിസ്സലാം. അദ്ദേഹത്തിനോടൊപ്പം അല്ലാഹു തആല അയച്ച ഒരു നബിയാണ് ഹാറൂൻ. മൂസ നബിനോടൊപ്പം ഉള്ളതാണ്. അദ്ദേഹത്തിന് പ്രത്യേക നിയമങ്ങളൊന്നുമില്ല. പക്ഷേ മൂസ അലൈഹിസ്സലാമിനെ സഹായിക്കുക എന്ന ചുമതലയാണ് അദ്ദേഹത്തിനുള്ളത്. വേറെ പണികളൊന്നുമില്ല.
അപ്പൊ നബിക്ക് എപ്പോഴും നുബുവത്ത് ഉണ്ടാകും, ആകാശ ലോകത്തുമായിട്ട് ബന്ധമുണ്ടാകും, വഹി ഇറങ്ങും. ആ വഹി അനുസരിച്ച് അദ്ദേഹം ജീവിക്കുക, പ്രവർത്തിക്കുക എന്നല്ലാതെ ഒരു സമൂഹത്തിന്റെ മേൽ തബ്ലീഗ് ചെയ്യാനുള്ള ചുമതല ചിലപ്പോൾ കൊടുക്കും, ചിലപ്പോൾ കൊടുക്കൂല. അത് ഉത്തരവാദിത്തമായിട്ടുണ്ടാകൂല. യൂഹാ ഇലൈഹി യഫ്അലു കദ വയഫ്അലു കദ യുസല്ലി കദ യസൂമു കദ ലകിൻ ലാ യുഅ്മറു ബിത്തബ്ലീഗ് ഫഹാദാ യുഖാലു ലഹു നബിയ്യുൻ. അത് ചെയ്തോളൂ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തോളൂ, അങ്ങനെ പോണം, ഇങ്ങനെ പോണം, ഇങ്ങനെ നിസ്കരിക്കണം, ഇങ്ങനെ നോമ്പെടുക്കണം എന്നൊക്കെ പറയും. പക്ഷെ അത് ജനങ്ങളോട് നിർദ്ദേശിക്കാൻ കൽപ്പിച്ചിട്ടുണ്ടാവൂല. അപ്പൊ ആദം അലൈഹിസ്സലാം നബിയാണ്, റസൂലല്ല, നബിയാണ്. അദ്ദേഹത്തിനെ പറ്റി പറയപ്പെടുന്നത് അദ്ദേഹം തക്വീനിന്റെ വഹി ആയിരുന്നു എന്നാണ് പറഞ്ഞത്. തക്വീനിന്റെ വഹി എന്ന് പറഞ്ഞാൽ ഡെവലപ്മെന്റ്, എങ്ങനെ കാര്യങ്ങൾ പുരോഗതി പ്രാപിക്കണം, എങ്ങനെ ഈ സമൂഹത്തെ പുരോഗമിപ്പിച്ചെടുക്കണം, എങ്ങനെ വീടുണ്ടാക്കണം, എങ്ങനെ മലമൂത്ര വിസർജനം നടത്തി ശുദ്ധിയാക്കണം, അതുപോലെ എങ്ങനെ നടക്കണം, എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറണം, ഭക്ഷണം എങ്ങനെ പാചകം ചെയ്യണം, അതേപോലെ കൃഷികൾ ചെയ്യേണ്ടത് എങ്ങനെ. തക്വീനായിരുന്നു. തബ്ലീഗ് ഇല്ല, അവിടെ എത്തിച്ചു കൊടുക്കാൻ ഒന്നും ആരുമില്ല. പിന്നെ ഉള്ള ആളുകൾ അവർക്ക് ഈ ഭൂമിയിൽ മനുഷ്യന് വരാനിരിക്കുന്ന മനുഷ്യന്മാരെ അവർക്ക് ജീവിക്കാനുള്ളതായ ഒരു പ്ലാനുകൾ ഉണ്ടാക്കുക, ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ പണി. അതുകൊണ്ട് തന്നെയാണ് 2 മക്കളിൽ ഒരു മകൻ മറ്റൊരു മകനെ കൊന്നപ്പോൾ അത് എങ്ങനെ മറവ് ചെയ്യണമെന്നറിയില്ലായിരുന്നു. കേട്ടാ, നമുക്ക് ആ ഒരു അറിവില്ലായ്മ വലിയ വിഷയമാണ്. അപ്പൊ അത് എങ്ങനെ മറവ് ചെയ്യണം എന്ന് പഠിപ്പിച്ചു കൊടുത്തു, ഖബറടക്കേണ്ടത് എങ്ങനെ. അപ്പൊ അങ്ങനെ ഓരോ പ്രവർത്തനങ്ങളെ പറ്റിയും പഠിപ്പിച്ചു കൊടുക്കലായിരുന്നു ആദം അലൈഹിസ്സലാമിനുണ്ടായത്. ആദ്യത്തെ ശരീഅത്തുമായി വന്ന പ്രവാചകൻ ആരാണ്? ഷെയ്ഖുൽ അംബിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ആദമു സാനി എന്ന പേരിൽ, 2ാം ആദം, ജൂനിയർ ആദം എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന പ്രവാചകൻ നൂഹ് അലൈഹിസ്സലാമാണ്. ആദമു സാനി അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ആണ് എന്ത് ചെയ്യണത്, ഈ വഹി ജനങ്ങളിലേക്ക്, ജനങ്ങളെ ശരീഅത്തിലേക്ക്, തൗഹീദിലേക്ക് ക്ഷണിക്കേണ്ട അവസ്ഥ ഉണ്ടായത്. അതിനു മുമ്പ് അതിന്റെ അവസ്ഥ ഉണ്ടായിട്ടില്ല. ജനങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മഹാത്മാക്കളുടെ പേരിൽ ബിംബങ്ങൾ ഉണ്ടാക്കി ബിംബാരാധന ആദ്യമായി തുടങ്ങിയതും നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിലാണ്. അപ്പൊ നബി എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുക ഇത്രയേ ഉള്ളൂ നബി. അങ്ങനെ അമ്പിയാക്കളായിട്ട് ഏകദേശം 1.25 ലക്ഷത്തോളം നബിമാർ ഈ ഭൂമിയിൽ വന്നു പോയിട്ടുണ്ട്. ഈ 1.25 ലക്ഷം നബിമാരുടെ കൂട്ടത്തിൽ വന്ന ചില പ്രസിദ്ധരായ നബിമാരൊക്കെ പിൽക്കാലഘട്ടത്തിൽ ചില പുരാണങ്ങളിൽ, ചില മതങ്ങളിൽ അവരുടെ പ്രധാനപ്പെട്ട ആളായി മാറി. ചില ആൾക്കാരൊക്കെ അവരുടെ ദേവന്മാരായി, അവരുടെ ആരാധ്യ പുരുഷന്മാരായി, ചില മതങ്ങളുടെ സൃഷ്ടിപ്പിന്റെ കാരണക്കാരായൊക്കെ ഇന്ന് പലരും പരിചയപ്പെടുത്തുന്നവരൊക്കെ ഒരു കാലഘട്ടത്തിൽ പ്രവാചകന്മാരായിരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ശ്രീകൃഷ്ണനെ സംബന്ധിച്ചൊക്കെ പറയുന്നത്, അതേപോലെ തന്നെ ശ്രീബുദ്ധനെ സംബന്ധിച്ചൊക്കെ പറയുന്നത്, അതൊക്കെ വേര് തേടി പോവുകയാണെങ്കിൽ പ്രവാചകന്മാരിലേക്ക് പോയി മുട്ടുമായിരുന്നു. അങ്ങനെയൊക്കെയാണ് ചരിത്രത്തിൽ കാണുന്നത്. എന്തുമാകട്ടെ, രണ്ടാമത് നമ്മൾക്ക് പരിചയപ്പെടാനുള്ളത് റസൂലുമാരാണ്, മുർസലുകൾ. അമ്മ ഇതാ ഉമിറ ബിത്തബ്ലീഗ്, ശറഅ ഒരു നിയമമുണ്ട് അവർക്ക് തബ്ലീഗ് ചെയ്യാനുള്ള നിർദ്ദേശവും ഉണ്ടായി. സാറ നബിയൻ റസൂല, ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുക്കും, ജനങ്ങളിലേക്ക് ഈ ദൗത്യം എത്തിച്ചു കൊടുക്കും. അങ്ങനെ വരുമ്പോൾ നബി ആരായി മാറും? റസൂലായി മാറും. ഉദാഹരണത്തിനൊക്കെ നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ നബി മുഹമ്മദ് നബിയെ പോലെ, വമസലു മൂസ വ ഈസ വ നൂഹ് വ ഹൂദ് വ സാലിഹ് വ ഗൈറുഹും, അങ്ങനെ അടങ്ങുന്ന നബിമാര് അങ്ങനെയുണ്ട്. ഏകദേശം 310 വ ബിദ്അത അശറ, ഏകദേശം 310 ചില്വാനവുമാണ്. 310 ചില്വാനവും. ചില ആൾക്കാർ 313 എന്ന് പറയും, അത് തെറ്റാണ്. അങ്ങനെ 313ന്റെ കണക്കില്ല.
313 മുർസലുകൾ എന്നുള്ളത് തെറ്റായ പ്രയോഗമാണ്. 310 പിന്നെ കുറച്ച് ആൾക്കാരും 16 ആണെന്നും അതല്ല 14 ആണെന്നും ഒക്കെ അഭിപ്രായങ്ങളുണ്ട്. അത്രയും ആളുകളുണ്ട്. ഏതായാലും വഖദ് വറദ ദിക്റു 25 നബിയ്യൻ വറസൂലൻ ഫിൽ ഖുർആൻ. ഖുർആനിൽ 25 അംബിയ മുർസലുകളുടെ പേരുകൾ പരാമർശിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ 25 പേരെ പരാമർശിച്ചിട്ടുള്ളൂ. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, പ്രവാചകന്മാരുടെ എല്ലാം പേരുകൾ അവിടെ അറിഞ്ഞിരിക്കൽ ബാധ്യതയല്ല, മറിച്ച് പ്രവാചകന്മാരെ മുഴുവനും വിശ്വസിക്കൽ ബാധ്യതയാണ്. പേരറിഞ്ഞിരിക്കൽ നമുക്ക് ഉത്തരവാദിത്തം ഇല്ല. ഈ 25 പ്രവാചകന്മാരിൽ ദക്കറ മിൻഹും ഫി സൂറത്തിൽ അൻആമി 18. സൂറത്തുൽ അൻആമില് ഒരു ഭാഗത്ത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല 18 പ്രവാചകന്മാരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ അൻആമില് ഏകദേശം 2-3 ആയത്തുകളായി പറഞ്ഞു. അത് പറയുന്നുണ്ട്, വതിൽക ഹുജ്ജതുനാ ആതൈനാഹ. ഒന്ന് ഇബ്രാഹീമ അലാ ഖൗമിഹി നർഫഉ ദറജാത്തിൻ മൻ നശാഅ ഇന്ന റബ്ബക ഹക്കീമുൻ അലീം. അത് ഇബ്രാഹിം നബിനെ പറഞ്ഞു. വവഹബ്നാ ലഹു ഇസ്ഹാഖ വയഅഖൂബ കുല്ലൻ ഹദൈനാ നൂഹൻ ഹദൈനാ മിൻ ഖബ്ലു വമിൻ ദുർരിയതിഹി ദാവൂദ വസുലൈമാന വഅയ്യൂബ വയൂസുഫ വമൂസ വഹാറൂൻ വകദാലിക നജ്സിൽ മുഹ്സിനീൻ വസകരിയ വയഹ്യ വഈസ വഇൽയാസ് കുല്ലും മിനസ് സ്വാലിഹീൻ വഇസ്മാഈല വൽയസഅ വയൂനുസ വലൂതൻ വകുല്ലൻ ഫളൽനാ അലൽ ആലമീൻ. കേട്ടോ, സൂറത്ത് അൻആമില് 18 പ്രവാചകന്മാരുടെ പേര് അടുപ്പിച്ച പറഞ്ഞതാണ്. അതിൽ നബിമാരുമുണ്ട്, മുർസലുകളുണ്ട്. ബാക്കിയുള്ള പ്രവാചകന്മാര്, ആ പ്രവാചകന്മാരിലെ ആലി ഇമ്രാനിൽ പറഞ്ഞിട്ടുണ്ട്, ഹൂദിൽ പറഞ്ഞിട്ടുണ്ട്, സൂറത്തുൽ ഹൂദിൽ പറഞ്ഞിട്ടുണ്ട്, സൂറത്തുൽ അംബിയായിൽ പറഞ്ഞിട്ടുണ്ട്. ബാക്കി 25 ബാക്കിയുള്ള 7 പേരുടെ പേരുകൾ 8 പേരുടെ പേര് പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഖുർആനിൽ അംബിയ മുർസലുകളുടെ പേര്. ഈ അംബിയ മുർസലുകളുടെ പേര് പരാമർശിക്കുമ്പോൾ തന്നെ വമിൻ ഹഉലാഇൽ 25 ഈ 25 പേരിൽ അർബഅത്തും മിനൽ അറബ്, 4 നബിമാർ അറബിൽ നിന്നുള്ളതാണ്, അറബികളാണ് 4 നബിമാര്. ഹൂദ്, സ്വാലിഹ്, ശുഐബ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 4 പ്രവാചകന്മാർ അറബ് വംശജരാണ്. ബാക്കി എല്ലാ പ്രവാചകന്മാരും ഭൂരിപക്ഷവും ഇസ്രയേൽ വംശക്കാരാണ്. നമുക്ക് ആലോചിച്ച് നോക്കണം, ഖുർആനിൽ പരാമർശിച്ച പേര് പരാമർശിച്ച എല്ലാ നബിമാരുന്നല്ല, ഖുർആനിൽ പേര് പരാമർശിച്ച പ്രവാചകന്മാർ 4 പേര് ഇവരാണ്, ഈ പറയപ്പെട്ട 4 ആളുകളാണ്. അപ്പൊ അതില് ഹൂദ് നബി അലൈഹി ഇസ്ലാം ജീവിച്ച സ്ഥലം ഇന്ന് സൗദി അറേബ്യ പോയാൽ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ സ്വാലിഹ് നബി അലൈഹി ഇസ്ലാം ജീവിച്ച സ്ഥലം മദായിനു സ്വാലിഹ് എന്ന പേരിൽ അറിയപ്പെടും. നിങ്ങൾ പോയിരുന്നല്ലോ അല്ലെ? മദായിനു സ്വാലിഹിൽ നിങ്ങൾ പോയിരുന്നു അല്ലെ? നിങ്ങൾ പോയിരുന്നു ഒക്കെ പോയിരുന്നു. മദായിനു സ്വാലിഹിൽ പോയിരുന്നു. പോയി കാണേണ്ട ഒരു സ്ഥലമാണ് മദായിനു സ്വാലിഹ്. അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കണക്ക് വെച്ച് നോക്കിയാൽ ഏകദേശം ഒരു 6000 വർഷങ്ങൾക്ക് മുമ്പാണ് മദായിനു സ്വാലിഹിലെ ജനവാസം. ശരിക്കും ചിന്തിക്കേണ്ട കാര്യമാണത്. മദായിനു സ്വാലിഹ് എന്ന് പറഞ്ഞാൽ മദീനയിൽ നിന്ന് ഏകദേശം 4 മണിക്കൂർ യാത്ര ചെയ്താൽ എത്തുന്ന അൽ ഹിജ്ർ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. ഹിജ്ർ എന്ന് പറഞ്ഞാൽ ഹെഗ്ര എന്ന പേരിലാണ് ഇന്ന് അറിയപ്പെടുന്നത് ഹിജ്ർ. ആ ഹിജ്റിന്റെ അടുത്തൊരു പ്രദേശമാണ് ഈ പറയപ്പെട്ട മദായിനു സ്വാലിഹ്. മദായിനു സ്വാലിഹ് എന്നുള്ള ആ രാജ്യത്തിന്റെ പേര് പിന്നീട് വന്നതാ. അന്ന് 6000 കൊല്ലം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം, അന്ന് ലോകത്ത് അപൂർവമായ പട്ടണങ്ങളിൽ ഒരു പട്ടണമായിരുന്നു മദായിനു സ്വാലിഹ്. ഏറ്റവും വലിയൊരു പട്ടണം. ആ പട്ടണത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ യഥേഷ്ടം വെള്ളം കിട്ടിയിരുന്ന ഒരു പട്ടണമായിരുന്നു. ധാരാളം വെള്ളവും ഒരുപാട് സൗകര്യങ്ങളുമുള്ള ഒരു പട്ടണം. ഏറ്റവും മനോഹരമായ പാറകൾ കൊണ്ട് അല്ലാഹു തആല അലങ്കരിച്ച ഒരു പട്ടണമാണത്. പാറകളാണ് അവിടുത്തെ പ്രത്യേകത. അവിടുത്തെ ആളുകൾ അവർക്ക് വീടുകൾ പാറയിലായിരുന്നു. അവരുടെ വീടുകൾ മദായിനു സ്വാലിഹിലത്തെ ആൾക്കാർ താമസിച്ചിരുന്ന പാറയുടെ ഉള്ളിലാണ്. സമൂദല്ലദീ ജാബു സഹ്റ ബിൽ വാദ് അല്ലെ? ആ വാദിയിൽ അവർ പാറകൾ തുറന്നുകൊണ്ട് വീടുണ്ടാക്കിയ സമൂദ് ഗോത്രക്കാര്. ഖുർആൻ പറയുന്നുണ്ട് അവരെ പറ്റി. ആ ഒരു പാറകൾ തുറന്ന് എടുത്തിരുന്നത് അന്ന് എന്തില്ല, ആയുധങ്ങൾ ഇല്ല, മടാളും പിക്കാസും സംഭവങ്ങളൊന്നുമില്ല. അവർ പാറകൾ തുറന്നിരുന്നത് കൈകൊണ്ടായിരുന്നു. കൈകൊണ്ട് തുറക്കുക എന്ന് പറയുമ്പോൾ അവരുടെ കൈയുടെ പവർ എത്രയായിരിക്കും?
ഞാനത് ഒരു കാലഘട്ടത്തിൽ ഇത് കേട്ടപ്പോൾ എനിക്ക് അത് എങ്ങനെയാണത് പാറ കൈകൊണ്ട് തുറക്കാൻ പറ്റുമോ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കിയിരുന്നു. പിന്നീട് വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായി മദാനി സാലിഹിൽ പോകുമ്പോൾ, അന്ന് മദാനി സാലിഹ് ഓപ്പൺ ആണ്, ആർക്കും കീർച്ചില്ല അന്നത്തെ മദാനി സാലിഹ്. ഇന്നാണ് അവിടെ നിയന്ത്രണം വന്നത്. അന്ന് ആരും മദാനി സാലിഹിലേക്ക് പോകൂല, ഒരു ടാക്സിക്കാരെ വിളിച്ചാൽ പോലും വരില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ഭീതിജനകമായ അന്തരീക്ഷം അത് അന്നുണ്ട്, ഇന്നുണ്ട്. ഇന്നും നമ്മൾ മദാനി സാലിഹില് ഈ പറഞ്ഞ സ്ഥലത്ത് പോയാൽ, കൂട്ടമായിട്ട് പോയാൽ നമുക്ക് വലിയ പ്രശ്നമില്ല. ഒറ്റക്ക് പോയാൽ നമുക്ക് അവിടെ നിൽക്കാൻ തോന്നില്ല. സൗദിയിൽ പറഞ്ഞ പോലെ നമ്മൾ അതിലേക്ക് എത്താണ്. അപ്പൊ അങ്ങനത്തെ ഒരു ഭീതിജനകമായ അന്തരീക്ഷം. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട് എങ്ങനെ ഈ പാറ അവർ കൈകൊണ്ട് തുറക്കുക എന്നുള്ളത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഈ പാറയിൽ നമ്മളിങ്ങനെ വിരലിങ്ങനെ അമർത്തി ഓടിച്ചു കഴിഞ്ഞാൽ മണ്ണിങ്ങനെ പൊടിഞ്ഞു വരും. വലിയ പാറയാണ്. അപ്പൊ അങ്ങനെയുള്ള പാറ അവർക്ക് തുറക്കാൻ കഴിഞ്ഞിരുന്നു. അവിടുത്തെ മണ്ണ് തന്നെ ഈ പാറ പൊടിഞ്ഞു വന്ന മണ്ണുകളാണ്, ചുമപ്പ് കളറിലുള്ള മണ്ണ്. അത് അവിടെ പോയി നോക്കി അറിയാൻ പറ്റും. ഇൻഷാല്ലാ ഈ ഡിസംബറിൽ ഒരു പ്ലാൻ ഉണ്ട്, പോകാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിശാലമായ പ്രദേശം, ഒരു എല്ലാവിധ കച്ചവടക്കാരും ഈ പ്രദേശത്ത് വന്നു പോയിക്കൊണ്ടിരുന്നു. കാരണം യഥേഷ്ടം വെള്ളമുണ്ട്, ജനവാസമുണ്ട്, നല്ല കച്ചവടം നടക്കും, നല്ല സുഖമാണ് അവിടെ ജീവിക്കാൻ അന്നത്തെ കാലഘട്ടത്തിൽ. അങ്ങനെയുള്ള ഒരു സമൂഹം അവരുടെ ഈ മദാനി സാലിൽ അവരുടെ വീടുകൾ, പാറ തുരന്ന് അവരുണ്ടാക്കിയ വീടുകൾ, ആ വീടുകൾ അതിൻ്റെ ഉള്ളിലൊക്കെ കയറി നോക്കണം. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ കയറിയിരുന്നോ? ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരു വീട് തന്നെ. അലമാരൊക്കെ ഉണ്ട്, മണ്ണ് കൊണ്ട് തുരന്ന് പാറ തുരന്ന് അലമാര ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളൊരു സൂപ്പർ മാർക്കറ്റ് ഞാൻ കണ്ട്, അവിടുത്തെ അന്നത്തെ സൂപ്പർ മാർക്കറ്റ്. അതേപോലെ അവരുടെ സാലിഹ് നബിയുടെ ഒട്ടകത്തിനെ അറക്കാൻ തീരുമാനിച്ച ആ മീറ്റിംഗ് കൂടിയ ദർബാർ ഹാള്, അതൊക്കെ ഇപ്പോഴും ഉണ്ട്, അങ്ങനെ തന്നെയുണ്ട്. കാരണം അത് മാറ്റം വരുത്താൻ കഴിയില്ല, അതങ്ങനെ തന്നെയാണ്. അവരുടെ ഇടയിലാണ് എന്ത് ചെയ്യുന്നത്, സ്വാലിഹ് നബി അലൈഹി ഇസ്ലാം വരുന്നത്. അവര് ബിംബാരാധനയുടെ ആളുകളായിരുന്നു. അവരുടെയൊക്കെ ഉണ്ടാക്കിയ വീടിന്റെ മുമ്പിലൊക്കെ ഓരോ പിക്ചറുകൾ കാണാം, കഴുകന്റെയും പരുന്തിന്റെയും അതേപോലെ പലതരം ജീവികളുടെ, പലതരം ദൈവങ്ങളുടെ ഫോട്ടോകൾ ഇന്നുണ്ട്. ഇന്നുണ്ട്. ഇന്നത്തെ നോൺ മുസ്ലിംസ്, ഹിന്ദുക്കൾ അങ്ങനെ അവിടെ പോയാൽ അവിടെ പൂജിച്ചു പോകും. കാരണം അന്നേ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് അവരെ തൗഹീദിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണ് സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു തആല നിയമിക്കുന്നത്. സാലിഹ് നബി അലൈഹി ഇസ്ലാം അവരോട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ അവര് ധിക്കരിച്ചു, അദ്ദേഹത്തെ അവഗണിച്ചു. അദ്ദേഹത്തിനോട് പറഞ്ഞ്, നീ നിസ്കരിക്കുന്നത് കൊണ്ടാണ് നിനക്ക് ഇങ്ങനെ ഞങ്ങളെ ഇങ്ങനെ മോശക്കാരനാക്കി കാണാൻ കഴിയുന്നത്. ഞങ്ങൾ മോശക്കാരല്ല, ഞങ്ങൾ നല്ല ആൾക്കാരാണ്. ഞങ്ങൾ മോശക്കാരാണ് എങ്കിൽ നീ പറയുന്നതാണ് ശരിയെങ്കിൽ അത് തെളിയിക്കാനുള്ള രേഖ നീ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അപ്പൊ സ്വാലിഹ് നബി അലൈഹി ഇസ്ലാം അവരോട് ചോദിച്ചു, എന്ത് രേഖയാ വേണ്ടത്? അപ്പൊ അവര് പറഞ്ഞു, അസംഭവ്യമായ ഒരു കാര്യമാണ് പറയണത്. അക്കാണുന്ന പർവ്വതം ഒരു പാറ കാണിച്ചു കൊടുത്തു. ആ പാറ എന്ന് പറഞ്ഞാൽ അവർക്ക് തുറക്കാൻ പറ്റുന്ന പാറയല്ല, മറ്റേ പാറയാണ്, കരിങ്കൽ പാറ. ആ പാറ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ആ പാറയുടെ ഉള്ളിൽ നിന്ന് ഒരു പൂർണ്ണ ഗർഭിണിയായ ഒട്ടകം പുറത്തു വരണം. അത് പുറത്തു വന്ന ഉടനെ പ്രസവിക്കണം, എന്നിട്ട് ഞങ്ങൾക്ക് അതിന്റെ പാല് കറന്നു കുടിക്കണം. സംഭവ്യമല്ലത്. സാലിഹ് നബി അലൈഹി ഇസ്ലാം മുഅ്ജിസത്ത് അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹു പറഞ്ഞു, അത് നടപ്പിലാക്കി കൊടുത്തു. ആ പാറയെ അടിക്കാൻ പറഞ്ഞു, പാറ അടിച്ചു, പാറ പൊട്ടി വിണ്ട് കീറി, അതിൽ നിന്നും ഒട്ടകം പുറത്തു വന്നു. ആ ഒട്ടകത്തിന് പേര് കൊടുത്തു നാഖത്തുല്ലാ, അള്ളാന്റെ ഒട്ടകം. ഇത് അവർ ക്ഷണിച്ചു വരുത്തിയതാണ്, അല്ലേ? അപ്പൊ അവർ ശുദ്ധജലം കുടിക്കുന്ന ഒരു പ്രദേശമുണ്ട്, ഒരു കിണറുണ്ട്, ഇന്നുണ്ട് ആ കിണർ. അത് ഇപ്പൊ ഈ ടൈമിൽ അലൗഡല്ല, മുമ്പ് പോയി കാണാമായിരുന്നു. ഇപ്പൊ അത് കാണാൻ പോകാൻ കഴിയില്ല അങ്ങോട്ടേക്ക്. ഗവൺമെന്റ് ഇവിടെ ഒരുപാട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഇപ്പൊ 100 റിയാലാണ് അവിടുത്തെ എൻട്രി പാസിന് തന്നെ. അത് കയറണമെങ്കിൽ തന്നെ 100 റിയാൽ കൊടുക്കണം. അപ്പോ അവര് ആ ഒട്ടകത്തിന്റെ വിഷയത്തിൽ അള്ളാഹു വിട്ടത്, അല്ല ആവശ്യപ്പെട്ടിട്ട് കൊടുത്തതാണല്ലോ ഈ തെളിവ്. ഈ തെളിവ് അള്ളാഹിന്റെ അടയാളമാണത്, അതിനെ നമ്മൾ ആദരിക്കണം. അത് അവർക്ക് നിർദ്ദേശം കൊടുത്തു. അതിനെന്താ ചെയ്യേണ്ടത്? ഒരു ദിവസം ഒട്ടകം ആയിരിക്കും ഈ വെള്ളം കുടിക്കുക. ഒരു ദിവസം കുടിക്കും, ഒരു ദിവസം അവർക്കും വെള്ളം കോരാം. അപ്പോൾ ഒരു ദിവസത്തേക്കുള്ള വെള്ളം എക്സ്ട്രാ കോരി സൂക്ഷിച്ചോളണം. പിറ്റേ ദിവസം ഒട്ടകം കുടിക്കുന്ന ദിവസമാണ്. അവിടുത്തെ ചില ആളുകൾക്ക് ഇഷ്ടമായില്ല.
അവരെന്ത് ചെയ്ത് ആ സഭാ ഹാളിൽ, ദർബാർ ഹാളിൽ കൂടിയിട്ട് പറഞ്ഞ് സ്വാലിഹിന്റെ ഒട്ടകത്തിനെ അറക്കണം, കൊന്നുകളയണം. ആര് കൊല്ലും? ഒരുത്തൻ തീരുമാനിച്ചു ഞാൻ കൊല്ലാം. അങ്ങനെ ഒട്ടകത്തിനെ അവരെന്ത് ചെയ്തു? അറത്ത്. നാക്കത്തുല്ലാഹി ഫസുഖിയാഹ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫഅഖറൂഹ എന്നൊക്കെ പറയുന്നില്ല. ഫദംദമഅലൈഹിം റബ്ബുഹും ബിദംബിഹിം സൗത അദാബ്. അർത്ഥപ്പോ അല്ലാഹു തആല ഇടപെട്ടു. അല്ലാഹു തആല പറഞ്ഞ, അല്ലാഹു കോപിക്കുന്ന ഒരു വലിയ വിഷയമല്ലേ, അള്ളാഹുവിനെ പച്ചയ്ക്ക് അങ്ങോട്ട് ധിക്കരിച്ചേക്കണല്ലേ. അപ്പോൾ അതിനുള്ള നടപടി അല്ലാഹു തആല സ്വീകരിച്ചു. അവരോട് പറഞ്ഞു, ഇന്നേക്ക് 3-ാം ദിവസം നിങ്ങൾ പശ്ചാത്താപിച്ച് മടങ്ങുന്നില്ല എങ്കിൽ, ശിർക്കിൽ നിന്ന് പൂർണ്ണമായും നിങ്ങൾ മുക്തമാകുന്നില്ല എങ്കിൽ ഇന്നേക്ക് 3-ാം ദിവസം നിങ്ങളുടെ നാശമായിരിക്കും എന്ന് പ്രഖ്യാപിച്ചു. അന്ന് കാർമേഘം ഉരുണ്ടുകൂടി. സാധാരണ കൂടുതൽ മഴ കിട്ടിക്കൊണ്ടിരുന്ന പ്രദേശം എന്ന നിലയിൽ ആ മഴയെ അവരെന്ത് ചെയ്തില്ല? പരിഗണിച്ചില്ല. അത് സാധാരണ മഴ. പിറ്റേ ദിവസം ശക്തമായ മഴ പെയ്തു. സ്വാലിഹ് നബി അലൈഹി സ്വലാം പറഞ്ഞു, അള്ളാഹുവിന്റെ വാഗ്ദാനം നടക്കാൻ പോവാണ്, ഇനി ഒരു ദിവസം ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞു. ആരും പിൻവാങ്ങിയില്ല. അവരൊക്കെ ഇത് സാധാരണ മഴ എന്നേ കണക്കൂട്ടിയുള്ളൂ. 3-ാം ദിവസം ഫദംദമ അലൈഹിം റബ്ബുഹും ബിദംബിഹിം സൗത അദാബ്. ഒരു ശക്തമായ ശബ്ദം, ഒരു പടക്കം പൊട്ടണ, തോട്ട ബോംബൊക്കെ പൊട്ടണ തരത്തിലുള്ള വലിയ ശബ്ദം. ആ ശബ്ദത്തിൽ അവർ അവരുടെ വീടുകളിൽ മുട്ടുകുത്തി വീണ് മരിച്ചു. മുട്ടുകുത്തി വീണ് മരിച്ചു. അന്നൊക്കെ അവർക്ക് വീടുകളായിരുന്നു. അത് വീടിന് രണ്ടല്ല 3 പേര് ഉപയോഗിക്കും. ബെയ്ത്ത്, ദാറ്, മസ്കൻ അല്ലേ. ഇന്ന് അതിനുശേഷം പിന്നീട് ഇവർ ഈ താമസിച്ച ഈ വീടുകൾക്ക് ഈ 3 പേരും ഉപയോഗിച്ചില്ല. മദ്ഫൻ എന്നാണ് പിന്നെ അറിയപ്പെടാൻ തുടങ്ങി. മദ്ഫൻ എന്ന് പറഞ്ഞാൽ കുഴിച്ചു മൂടപ്പെട്ട സ്ഥലം. മദ്ഫൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂടപ്പെടുക, കുഴിച്ചു മൂടുക. അവരെ കുഴിച്ചു മൂടിയ സ്ഥലമായത്. അവരുടെ വീടുകളിൽ അങ്ങനെ മരിച്ചു വീണു. ആ മരിച്ചു വീണ അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയ, ഘോരമായ ശിക്ഷ ഇറങ്ങിയ പ്രദേശം എന്ന നിലയിൽ 6000 കൊല്ലമായി ഇപ്പോഴും മനുഷ്യവാസമില്ല അവിടെ. ഒരാൾക്കങ്ങോട്ട് കയറാൻ പറ്റില്ല. ആ പേടി, ആ ഭീതി ഇപ്പോഴുണ്ട്. ഓർമ്മയുണ്ട് എനിക്ക്. ഞങ്ങളൊക്കെ പോയ സമയത്ത്, മുമ്പ് ഈ ഗവൺമെന്റ് ഇടപെടുന്നതിനൊക്കെ മുമ്പ് നമ്മൾ പോയിരുന്ന സമയത്തൊക്കെ 2-3 പേരല്ലേ ഉണ്ടാകുള്ളൂ കാറിലൊക്കെ പോവുക. ആകെ പേടിയായിരിക്കും. ഒരുതരം പ്രത്യേക കാറ്റും ഒരു തേങ്ങലടിക്കുന്ന ശബ്ദവും ഒരു ഏങ്ങിക്കരച്ചിലും നമുക്ക് ഫീൽ ചെയ്യും അവിടെ ചെല്ലുമ്പോൾ. അത് ഈ ആൾക്കൂട്ടായിട്ടൊന്നും പോകുമ്പോൾ അത്ര അങ്ങോട്ട് തോന്നിയിട്ടില്ല. പക്ഷെ അന്നത്തെ കാലത്തൊക്കെ പോകുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യുമായിരുന്നു. അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയ ആ പ്രദേശം ഇന്നും അങ്ങനെ തന്നെ ബാക്കിയായി കിടക്കുകയാണ്. എവിടെയും ഒരു മാറ്റം വന്നിട്ടില്ല. അപ്പൊ അത് ആണ് ഈ സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതയുടെ മദായിൻ എന്ന പേരിലാണ്. അതിന്റെ അടുത്ത് തന്നെയാണ്, കുറച്ചങ്ങോട്ട് മാറി തബൂക്ക് ഭാഗത്തേക്ക് മാറിയാണ് മദായിൻ ഷുഐബ് ഉള്ളത്. അവിടെ പോയിരുന്നു ഞങ്ങള്. മദായിൻ ഷുഐബ് പോയിരുന്നു? ഇല്ല, മദായിൻ ഷുഐബ് അതിന്റെ അപ്പുറത്താണുള്ളത്. ഷുഐബ് നബി അലൈഹി ഇസ്ലാം മൂസാ നബി അലൈഹി ഇസ്ലാമിനെയൊക്കെ എന്ത് ചെയ്തത്? കണ്ടുമുട്ടിയ സ്ഥലങ്ങളൊക്കെയുള്ള ആ പ്രദേശം മദായിൻ ഷുഐബ്. അതൊക്കെ എൻട്രി ഇല്ല, ഇപ്പൊ ഇല്ല. അപ്പൊ അങ്ങനെയുള്ള പ്രദേശങ്ങൾ. അപ്പൊ ഇതൊക്കെ ഈ അറബ് പ്രവാചകന്മാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. അപ്പോ നബി എന്ന് പറഞ്ഞാൽ നുബുവത്ത് കിട്ടി, എന്നാൽ സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ഇല്ല. റസൂൽ എന്ന് പറഞ്ഞാൽ ഒരു നിയമമുണ്ടാകും, ആ നിയമത്തെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഉണ്ടാകും. പിന്നെ നബിമാർക്കുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ, ഒരു റസൂലിന് ശേഷം പിന്നെ നബിമാര് വന്നാൽ, ഇപ്പൊ നൂഹ് നബി അലൈഹി ഇസ്ലാം റസൂലാണ്. അദ്ദേഹത്തിന് ശേഷം പിന്നീട് പ്രവാചകന്മാര് വരുമ്പോൾ, നബിമാര് വരുമ്പോ അദ്ദേഹം പഠിപ്പിച്ച ആ ശരീഅത്ത്, ആ നിയമത്തെ ഇവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ആ നിയമം അവർ പഠിപ്പിച്ചു കൊടുത്തു, ജനങ്ങൾക്ക് ഉത്ബോധനം കൊടുക്കും ഈ വിഷയത്തിലൊക്കെ. അതല്ലാതെ പുതിയ നിയമങ്ങൾ അവർക്ക് ഉണ്ടാവൂല. ഈ രണ്ടും കഴിഞ്ഞാല് പിന്നെയുള്ള ഒരു പദവിയാണ് ഉലുൽ അസ്മ് എന്ന പദവി. ഉലുൽ അസ്മ് എന്ന് പറഞ്ഞാൽ ദൃഢചിത്തരായ ആളുകൾ എന്നർത്ഥം. ചിത്തരായ ആളുകൾ എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ. മുർസലുകളിൽ നിന്ന് ഉലുൽ അസ്മുകൾ ക്ഷമിച്ചതുപോലെ നീ ക്ഷമിക്കൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്. അപ്പൊ ഉലുൽ അസ്മുകൾക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് കഠിനമായ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ അഭിമുഖീകരിച്ച പ്രവാചകന്മാരെ സൂറത്തുൽ അഹ്സാബിന്റെ 7-ാം വചനത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. ആ 5 പ്രവാചകന്മാരെയും പറയുന്നുണ്ട്. വഇദ് അഖദ്ന മിനൻ നബിയ്യിന മീസാഖഹും. നബിമാരിൽ നിന്ന്
അവരോടുള്ള കരാറ് നമ്മൾ വാങ്ങിച്ച സന്ദർഭം. എന്നിട്ട് പറയുന്നുണ്ട് വമിങ്ക നബിയെ അങ്ങയോട്, വമിൻ നോഹ് നോഹിനോട്, വ ഇബ്രാഹീമ ഇബ്രാഹീമോട്, വ മൂസ മൂസയോട്, വ ഈസബിനി മറിയം ഈസബിന് മറിയമിനോട്. അപ്പൊ 5 പ്രവാചകന്മാരുടെ പേര് എടുത്ത് പറഞ്ഞിരിക്കുന്നു. അതിലാണ് ഈ 5 പേരാണ് ഉലുൽ അസ്മുകൾ. എന്താ ഇവരുടെ പ്രത്യേകത? ഈ 5 ആളുകളും കഠിനമായ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച ആൾക്കാരാണ്. അതില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് അവസാനം ചർച്ച ചെയ്യാം. അതില് രണ്ടാമത് പറഞ്ഞ നൂഹ് അലൈഹിസ്സലാം, അദ്ദേഹം 950 കൊല്ലം ദഅവത്ത് നടത്തി. ഖുർആനിൽ പറയുന്നുണ്ട് അല്ലേ? 950 കൊല്ലം ദഅവത്ത് നടത്തിയത് തൗഹീദ് മാത്രം പറഞ്ഞ അദ്ദേഹം. അവർ ചെയ്ത ശിർക്ക്, വദ്, സുവാ, യഗൂസ്, യഊഖ്, നസ്ർ അടങ്ങുന്ന മഹാത്മാക്കളായ ആ സംഘത്തിന്റെ പ്രതിമകൾ ഉണ്ടാക്കി വെച്ച് ആ പ്രതിമകളെ ആരാധിക്കുകയും ചെയ്ത ജനത. ആ ജനതയോട് തൗഹീദ് പറഞ്ഞപ്പോ ആ ജനത അത് അംഗീകരിക്കാതെ വന്നു. അദ്ദേഹത്തിന്റെ വാക്കിനെ അവഗണിച്ചു, അദ്ദേഹത്തെ നിസ്സാരവൽക്കരിച്ചു. വളരെ കുറഞ്ഞ ആളുകൾ മാത്രം അദ്ദേഹം പറഞ്ഞ വഴി സ്വീകരിച്ചു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമൂഹത്തെ നശിപ്പിക്കാൻ തീരുമാനിച്ചു. അതാണ് തൂഫാൻ, ചരിത്രത്തിൽ അറിയപ്പെട്ട പ്രളയം. ആ പ്രളയം ഉണ്ടായി. അത് നിസ്സാര കാര്യങ്ങളല്ല അതിലൂടെ അദ്ദേഹം അഭിമുഖീകരിച്ചത്. ഒരു കംപ്ലീറ്റ് ശുദ്ധീകരണമായിരുന്നു. മൊത്തത്തിൽ അവരെ തുടച്ചു മാറ്റിയതിനു ശേഷം ബാക്കിയുള്ള തൗഹീദുള്ള ആളുകളിൽ നിന്നും പുതിയ സമൂഹത്തെ അല്ലാഹു തആല വളർത്തിക്കൊണ്ടുവരികയാണ് ചെയ്തത്. അതാണ് നൂഹ് അലൈഹി ഇസ്ലാമിന്റെ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അഭിമുഖീകരിച്ച പ്രശ്നം നമുക്കറിയാം. എല്ലാ ഹജ്ജ് പെരുന്നാൾ ദുൽഹജ്ജൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ കേൾക്കുന്നതാണ്. അത്രയും കഠിനമായ പ്രശ്നത്തെ അദ്ദേഹം അഭിമുഖീകരിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വിഷയത്തിൽ ശക്തമായി അല്ലാഹു തആല ഇടപെടുകയും ചെയ്തതായി ഖുർആനിൽ പലതും കാണാം. മൂസ അലൈഹി ഇസ്ലാം അഭിമുഖീകരിച്ചത് ഫറോവയാണ്. ഫറോവ എന്ന് പറഞ്ഞാൽ ഒരു കൾച്ചറലാണ്. അത് നമുക്ക് ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഫറോവ, അതേപോലെ തന്നെ കാറൂൻ, ഫറോവയുടെ കൂട്ടാളി ഹാമാൻ, ഈ 3 ആളുകളെ പറ്റി നമുക്കൊന്ന് ചർച്ച ചെയ്യാനുണ്ട്. കാറൂൻ മുതലാളിയുടെ കൊട്ടാരം പൊളിഞ്ഞു വീണതും പോയിട്ടുണ്ടോ? അവിടെ ഒന്ന് പോയി കാണണം. പകുതിയോളം ഭൂമിയുടെ അടിയിൽ കിടന്ന് ബാക്കി പകുതി ഭൂമിയുടെ മുകളിൽ ഇപ്പോഴും ഉണ്ട്. അത് കാണാനുണ്ടത്. കാറൂൻ മുതലാളി അടങ്ങുന്ന ആ മൂവർ സംഘം ഒരു ഫാസിസ കാഴ്ചപ്പാട് അന്ന് ആരംഭിച്ചതാണ് ഈ മൂവർ സംഘത്തിന്റെ. ആ മൂവർ സംഘം അന്നുണ്ട്, ഇന്നുണ്ട്. ആ മൂവർ സംഘം ഫാസിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കിയാൽ ഈ 3 പേരടങ്ങുന്ന ഒരു ടീം ഉണ്ടാകും. ഒരു ഭരണാധികാരി, ആ ഭരണാധികാരിക്ക് എല്ലാ തന്ത്രങ്ങളും പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു കയ്യാൾ, വലങ്കയ്യ്, ഒരു കയ്യാൾ, അവർക്ക് എല്ലാവിധ സാമ്പത്തികവും ചെയ്തു കൊടുക്കുന്ന ഒരു സമ്പന്നൻ. ഈ 3 പേര് ഫാസിസ്റ്റ് ഭരണകൂടത്തിന് അക്കാലഘട്ടം മുതലുണ്ട്. അതാണ് മൂസ അലൈഹി ഇസ്ലാം അഭിമുഖീകരിച്ച ഒരു വിഭാഗം. അതാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ പ്രത്യേകത. ഈസാ അലൈഹി ഇസ്ലാം അഭിമുഖീകരിച്ചത് ഒരു പ്രത്യേക വിഭാഗത്തെയാണ്. ബനു ഇസ്രായേലുകാരിൽ നിന്നുള്ള മൂസ അലൈഹി ഇസ്ലാം തർബിയത്ത് ചെയ്ത് പിൽക്കാലഘട്ടത്തിൽ പ്രവാചകന്മാരെ മുഴുവനും കഷ്ടപ്പെടുത്തി പാഠം പഠിപ്പിച്ച ഏകദേശം 300ഓളം പ്രവാചകന്മാരെ കൊന്ന ബനു ഇസ്രായേലുകാർ, ഇസ്രായേൽ സന്തതികളെ തൗഹീദ് പഠിപ്പിക്കുക എന്ന ഉത്തരവാദിത്തമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. നിങ്ങളൊന്ന് ഇത്രയും ചിന്തിച്ചാൽ മതി. ഇന്നത്തെ ഇസ്രായേലുകാരുടെ നേരെ പോയിട്ട് തൗഹീദ് പറഞ്ഞ അവർ കേൾക്കുമോ? ഇന്നത്തെ ഇസ്രായേലുകാരൻ തൗഹീദ് പോയിട്ട് നല്ല വർത്തമാനം പറയാൻ പറ്റുമോ അവരോട്? ഒന്നും സ്വീകരിക്കില്ല അവര്. അത്രയും കഠിന ഹൃദയരും ക്രൂരന്മാരുമാണ് അവര്. ആ ക്രൂരന്മാരായ സമൂഹത്തിന്റെ ഇടയിലേക്ക് വന്ന ആളാണ് ഈസാ അലൈഹി ഇസ്ലാം. ഈ 4 പ്രവാചകന്മാർ അനുഭവിച്ചത് മുഴുവനും ഒരുമിച്ച് അനുഭവിച്ച ആളാണ് ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലൈഹി വസല്ലം മുശ്രിക്കുകൾ, നൂഹ് നബി അലൈഹി സ്വലാം അഭിമുഖീകരിച്ച മുശ്രിക്കുകളെ അഭിമുഖീകരിച്ചു. അതേപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അഭിമുഖീകരിച്ച മുശ്രിക്കുകളായ ബിംബാരാധകരെ അഭിമുഖീകരിച്ചു. മുശ്രിക്കുകൾ 2 തരത്തിലുണ്ട്. ബിംബാരാധകരായ മുശ്രിക്കുകളുണ്ട്, അള്ളാഹുവിന് പുറമെ പല ശക്തികളിൽ വിശ്വസിക്കുന്ന മുശ്രിക്കുകളുണ്ട്. അത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിലുണ്ടായിരുന്നു. നക്ഷത്രത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ, സൂര്യാരാധകനായ ആളുകൾ, അവരെയൊക്കെ അഭിമുഖീകരിച്ചു. അതുപോലെ മൂസ അലൈഹി ഇസ്ലാം അഭിമുഖീകരിച്ച ജൂത വിഭാഗത്തെ അല്ലെങ്കിൽ ഇസ്രായേൽ സന്തതികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജൂതന്മാരെ അഭിമുഖീകരിക്കേണ്ടി വന്നു. ക്രൈസ്തവർ, ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ വിശ്വസിച്ച് എന്ന് പറയുന്ന ക്രിസ്ത്യാനികൾ, ആ വിഭാഗത്തെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിമുഖീകരിച്ചു. അപ്പൊ 4
വിഭാഗം ആളുകളെയും ഒരുമിച്ച് നേരിടേണ്ടി വന്ന, അവർക്കെല്ലാം തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കേണ്ടി വന്ന ഒരു പ്രവാചകൻ എന്ന ഒരു പദവി കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുണ്ട്. അപ്പൊ ഈ 5 പേരാണ് ഉലുൽ അസ്മുകൾ, ദൃഢചിത്തരായ ആളുകൾ എന്നർത്ഥം. പിന്നെ ഉള്ളത് ഖുല്ലത്തുകളാണ്. ഖുല്ലത്ത് എന്ന് പറഞ്ഞാൽ 2 പേരാണ് ഖുല്ലത്തുകൾ. ഖലീൽമാരെന്നർത്ഥം. ഖലീലുമാർ, ഒന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, 2 മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, എനിക്ക് ഈ ഭൂമിയിൽ ഒരു ഖലീൽ ഉണ്ടാകുമായിരുന്നുവെങ്കിൽ അത് അബൂബക്കർ ആയിരിക്കും. പക്ഷേ അള്ളാഹു എന്നെ, ഇബ്രാഹിം നബിയെ അള്ളാഹു ഖലീലാക്കിയതുപോലെ എന്നെ അള്ളാഹു ഖലീലാക്കി. അതുകൊണ്ട് എനിക്ക് ഭൂമിയിൽ ആരില്ല, ഖലീലില്ല. ഖലീൽ എന്ന് പറഞ്ഞാൽ ഉറ്റ സ്നേഹിതൻ എന്നർത്ഥം. ഏറ്റവും അടുത്ത, നമ്മുടെ മ്യൂച്വൽ ഫ്രണ്ട് എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ വളരെ അടുത്ത, ഇനി അതിനപ്പുറത്തേക്ക് ഒരാളില്ല. അങ്ങനെയുണ്ട്. ഒരു ഈ ഖലീൽ എന്ന പദവിയുള്ള ഒരു സുഹൃത്ത് നമുക്കുണ്ട് എങ്കിൽ നമ്മൾ വീട്ടിൽ നമ്മുടെ വൈഫിനോട് പോലും പറയാത്ത പല കാര്യങ്ങളും നമ്മൾ അവരായിട്ട് ഷെയർ ചെയ്യും, ആ സുഹൃത്തുമായിട്ട് ഷെയർ ചെയ്യും, അല്ലേ? അങ്ങനത്തെ സുഹൃത്തുക്കൾ ഉണ്ടാവും പല ആളുകൾക്കും. അത്രയും ആത്മബന്ധമുള്ള ഒരു സുഹൃത്ത്. അങ്ങനെയുള്ളത് 2 പേരാണ് ഖുല്ലത്തുകളായിട്ടുള്ളത്. ഇങ്ങനെ ആണ് പ്രവാചകന്മാരെ, നബി, റസൂല്, ഉലുൽ അസ്മ്, ഖുല്ലത്ത് എന്ന ഈ 4 പദവി വരുന്നത്. ഇനിയുള്ളത് നമുക്ക് സംസാരിക്കാനുള്ളത് സ്വഹാബികളെ സംബന്ധിച്ച. സ്വഹാബികളെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ 2-3 പാർട്ടായിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്ന്, സ്വഹാബികൾ ആരാണ് എന്നുള്ളത്. 2, അവരുടെ പദവികൾ. അത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു പക്ഷേ ചർച്ച ചെയ്തോളണമെന്നില്ല, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. സ്വഹാബികൾ എന്ന് പറഞ്ഞാൽ വിശ്വാസിയായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുകയും വിശ്വാസിയായിക്കൊണ്ട് മരണപ്പെടുകയും ചെയ്ത ആൾക്കാണ് സഹാബി എന്ന് പറയുന്നത്. സഹാബികൾ ത്യാഗം ചെയ്ത ആളുകളാണ്. ഭൂമിയിൽ പ്രവാചകന്മാർ കഴിഞ്ഞാൽ പിന്നെ പദവിയുള്ള വിഭാഗം സഹാബികളാണ്. ഒരു സഹാബിയെ പോലും കുറ്റം പറയാനോ ചീത്ത പറയാനോ നമുക്ക് അധികാരമില്ല. സഹാബിമാർക്ക് ചിലപ്പോൾ മനുഷ്യന്മാരെന്ന രീതിയിൽ കുറവുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാകാം. അത് പറയാനുള്ള സ്വാതന്ത്ര്യവും നമുക്കില്ല, അധികാരമില്ല. പക്ഷേ ഇന്ന് സഹാബികളെ ചീത്ത പറയുന്ന ഏക വിഭാഗം ആൾക്കാർ ഷിയാക്കളാണ്. ഷിയാക്കൾ നന്നായി സഹാബികളെ ചീത്ത പറയും. അവർ സഹാബികളുടെ മേലിൽ ഒരുപാട് ലഅനത്ത് ചൊല്ലും. ഒരുപാട് കാര്യങ്ങളുണ്ട് അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ സഹാബികളെ ചീത്ത പറഞ്ഞെങ്കിൽ മാത്രമാണ് ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ നിഷേധിക്കാൻ പറ്റുള്ളൂ. കാരണം പരിശുദ്ധ ഖുർആന്റെ ഫസ്റ്റ് ഓഡിയൻസ് ആരാ? സഹാബികളാണ്, അല്ലേ? അതുകൊണ്ട് തന്നെ സഹാബികൾ മനസ്സിലാക്കിയതിൻ്റെ അപ്പുറത്ത് ഒരു മനസ്സിലാക്കൽ നമുക്കില്ല. അതാണ് പരിധി. സഹാബികൾ ഈ വിഷയത്തെ എങ്ങനെ മനസ്സിലാക്കി, ആ മനസ്സിലാക്കിയതുപോലെ നമ്മൾ മനസ്സിലാക്കുക. അതിൻ്റെ അപ്പുറത്ത് നമ്മൾ ഖുർആൻ വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനും മനസ്സിലാക്കാനും പോകുമ്പോൾ മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ ഭിന്നത ഉണ്ടാകും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റഈസുൽ മുഫസ്സിർ എന്ന് പറഞ്ഞാല് ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ് എന്നർത്ഥം. ഖുർആൻ ഈ ഭൂമിയിൽ ആദ്യമായി ഖുർആനെ വ്യാഖ്യാനിച്ച പണ്ഡിതനാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു. ഒരുപാട് പഠനങ്ങൾ നടത്തി ഒരുപാട് ഇൽമുകൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്ത മഹാപണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ വിജ്ഞാനത്തിന്റെ ഭാഗമായിക്കൊണ്ട് പിന്നീട് തായിഫിലേക്ക് താമസം മാറ്റി. തായിഫിൽ അദ്ദേഹം വലിയ ഒരു ഗ്രന്ഥാലയമുണ്ടാക്കി, ശേഖരമുണ്ടാക്കി, ഒരുപാട് പഠനങ്ങൾ നടത്തി റസൂലുള്ളാഹിയുടെ ഹദീസുകൾ സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുത്തു. അങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിതം അവിടെയാണ് അവസാനിച്ചത്. തായിഫിൽ പോയാൽ തായിഫിൽ വലിയൊരു മസ്ജിദ് ഉണ്ട്. മസ്ജിദ് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് എന്ന പേരിൽ വലിയൊരു മസ്ജിദ് ഉണ്ട്. പോയ ആൾക്കാർക്ക് കാണാൻ കഴിയും. അതിൻ്റെ ഉള്ളിൽ വലിയ ലൈബ്രറിയും കാര്യങ്ങളും. അതിനോട് ഓരത്ത് തന്നെ അന്നത്തെ അദ്ദേഹത്തിന്റെ വീട്, പൊളിഞ്ഞു കിടക്കുന്ന ഒരു വീടും കാണാൻ കഴിയും. ഇന്നത്തെ കാലത്ത് അദ്ദേഹത്തിന്റെ വീടാണത്. അത് ഇന്ന് പൊളിഞ്ഞു കിടക്കുകയാണ്. അതൊക്കെ അവിടെ കാണാൻ കഴിയും. ഈ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കാൻ കാരണം അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖുർആൻ പണ്ഡിതനാണ്. ഖുർആനിലെ അഗാധ പാണ്ഡിത്യമുള്ള ആളായതുകൊണ്ടാണ് ചോദിക്കുന്നത്, കൈഫ തഖ്തലിഫു ഹാദിഹിൽ ഉമ്മ,
വനബിയുഹാ വാഹിദുൻ വകിതാബുഹാ വാഹിദുൻ വനബിയുഹാ വാഹിദുൻ വഖിബ്ലതുഹാ വാഹിദത്തുൻ. ഇന്നും നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണത്. നമ്മുടെ കിതാബ് ഒന്നാണ് അല്ലേ? നമ്മുടെ കേരളത്തിൽ മാത്രം എടുക്കാം, പുറത്തേക്ക് പോകണ്ട. കേരളത്തിലുള്ള മുഴുവൻ സംഘടനകളും, സമസ്തക്കാരുടെ എല്ലാ വിഭാഗവും, തരീക്കത്തുകാരുടെ മുഴുവൻ വിഭാഗവും, ദക്ഷിണക്കാരും ജമാഅത്തെ ഇസ്ലാമിക്കാരും മുജാഹിദുകളും തബ്ലീഗുകാരും ഒക്കെ അടങ്ങുന്ന ഒരുപാട് ശാഖകൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഈ മുഴുവൻ ആളുകളോട് വിളിച്ചു ചോദിച്ചാൽ നമ്മുടെ കിതാബ് ഏതാന്ന് വെച്ചാൽ ഏതാ പറയാ? ഖുർആൻ. കിതാബുഹാ വാഹിദുൻ, കിതാബ് ഒന്നാണ്. വനബിയുഹാ വാഹിദുൻ, അവരുടെ നബി ഒന്നാണ് അല്ലേ? മുഹമ്മദ് നബി ആണ് അവരുടെ നബി എന്ന് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. മുഹമ്മദ് നബി നബി അല്ല നമ്മുടെ കൂട്ടത്തിൽ ആരും പറയുന്നില്ല അല്ലേ? വഖിബ്ലതുഹാ വാഹിദത്തുൻ, നമ്മുടെ ഖിബ്ല ഒന്നാണ്. എല്ലാവരും പരിശുദ്ധ കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്ന ആൾക്കാരാ. മസ്ജിദ് അഖ്സയിലേക്കോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പള്ളിയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നില്ല. അപ്പൊ കിതാബ് ഒന്ന്, നബി ഒന്ന്, ഖിബ്ല ഒന്ന്. ഇങ്ങനെയുള്ള ഈ വിഭാഗം എങ്ങനെയാണ് 73 വിഭാഗമാവുക എന്ന് അത്ഭുതത്തോടു കൂടിയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചത്. അദ്ദേഹം അതിനൊരു വിശദീകരണം നൽകുന്നു. എന്താ വിശദീകരണം? അമീറുൽ മുഅ്മിനീൻ ഇന്ന ഉൻസില ഇലൈനൽ ഖുർആൻ, ഖുർആൻ അല്ലാഹു നമ്മളിലേക്ക് ഇറക്കി. ഫഖറഅന വഅലിംന മാ ഉൻസില, അത് ഇറങ്ങിയപ്പോൾ ഇറങ്ങിയ സാഹചര്യം മനസ്സിലാക്കി നമുക്കത് പഠിക്കാൻ കഴിഞ്ഞു, അത് പാരായണം ചെയ്യാൻ കഴിഞ്ഞു. എന്നാൽ സയകൂനു ബഅദുന അഖ്വാമുൻ, നമുക്ക് ശേഷം ഒരു സമൂഹം ഇവിടെ വരാനുണ്ട്. ലാ യഅരിഫു ഫീമാ ഉൻസില, ഈ ആയത്ത് എന്തിനിറങ്ങിയെന്ന് അവർക്കറിയില്ല. അവർ ഓരോരുത്തരും അവരവരുടെ സ്വന്തം ആവശ്യപ്രകാരം ഇഷ്ടപ്രകാരം ഖുർആൻ വ്യാഖ്യാനിക്കും. അങ്ങനെ വരുമ്പോൾ ഓരോരുത്തരും കക്ഷികളായി മാറും. അപ്പൊ ഖുർആൻ വ്യാഖ്യാനിക്കുന്നിടത്ത് സ്വന്തം അഭിപ്രായങ്ങൾ വന്നിടത്താണ് നമ്മൾ കക്ഷികളായി പോയത്. അല്ലെങ്കിൽ നമ്മൾ കക്ഷികളാകൂല. അവിടെയാണ് അഹ്ലുസുന്ന ഒരു മാനദണ്ഡം പറഞ്ഞത്. പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുമ്പോൾ അത് സഹാബികൾ മനസ്സിലാക്കിയതുപോലെ നമ്മൾ മനസ്സിലാക്കണം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോ 983 കേരളത്തിൽ ആദ്യമായിട്ട് അള്ളാഹു അല്ലാത്ത മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഖുർആനിൽ ആയത്തുണ്ടെന്ന് വാദിച്ചത്. കേരളത്തിൽ ആദ്യമായിട്ട് വാദിച്ചു. കൊട്ടപ്പുറത്ത് വെച്ച് ചോദിച്ചു, നമ്മൾ ചോദിച്ചു, മരിച്ചുപോയ മഹാത്മാക്കളോട് പ്രാർത്ഥിക്കാൻ പരിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇന്നത്തെ ഉസ്താദ് പറഞ്ഞത് എന്താണ്? ഉണ്ട് മൗലവി, ഉണ്ട്. ഏതായത്ത്? പരിശുദ്ധ ഖുർആനിൽ ഒരു ഭാഗം അങ്ങോട്ട് പാരായണം ചെയ്തു. വസ്അൽമൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റുസുലിനാ, നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയ മുർസലുകളോട് നീ ചോദിക്കൂ എന്ന് ഖുർആനിലുണ്ട്. മുമ്പ് കഴിഞ്ഞു പോയ മുർസലുകൾ മരിച്ചു പോയവരല്ലേ, അവരോട് ചോദിച്ചോളാൻ ഖുർആൻ പറഞ്ഞിട്ടില്ലേ? പോയ രീതി കണ്ട. മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാർ മരിച്ചുപോയി, മരിച്ചുപോയവരോട് ചോദിച്ചോ എന്ന് ഖുർആൻ പറഞ്ഞു. അപ്പോൾ മരിച്ചുപോയവരോട് ചോദിക്കാം. ഇതാണ് തെളിവ് പറഞ്ഞത്. എന്താ അതിന് ശേഷമുള്ള ആയത്ത്? അജഅൽനാ മിൻ ദൂനിർ റഹ്മാനി ആലിഹത്തൻ യുഅബദു. അതിന് ശേഷമുള്ള ആയത്ത് ഇതാണ്. അള്ളാഹുവിന് പുറമെ മറ്റുള്ള ആരെങ്കിലും വിളിച്ച് പ്രാർത്ഥിക്കാമോ എന്ന് അവർ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കാനാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? ആ ആയത്ത് അനുസരിച്ച് അതിന് രണ്ട് രീതിയിലാണ് ആയത്ത് നമ്മൾ മുൻഗാമികൾ മനസ്സിലാക്കിയത്, സഹാബികൾ മനസ്സിലാക്കിയത്. അവർ ഒന്ന് മനസ്സിലാക്കിയത്, മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരോട് ചോദിക്കൂ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ചോദിക്കാനല്ല, മറിച്ച് ഇനി പറയാനിരിക്കുന്ന കാര്യം അത്രമാത്രം ഉറപ്പുള്ള കാര്യമാണ്. അല്ലേ? നമ്മൾ ചോദിക്കൂലേ, സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ, നിങ്ങള് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ. ചോദിച്ചിട്ടാണോ? ചോദിക്കാൻ വേണ്ടിയല്ല നമ്മളാ പറയണത്, മറിച്ച് സംശയിക്കേണ്ട ആവശ്യമില്ല ഇനി പറയാനിരിക്കുന്ന കാര്യം. അള്ളാഹ്ക്ക് പുറമെ ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന വിഷയത്തിൽ സംശയം വേണ്ട എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇത് പറയണത്. ഇപ്പൊ നമ്മൾ പറയില്ലേ, മറ്റേ എൻ്റെ ഉപ്പ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പറയണത്, വേണമെങ്കിൽ സംശയം കൂടി ചോദിച്ചോ എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഉറപ്പാണ് ഇതർത്ഥം. നിങ്ങൾ വിളിച്ച് ചോദിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശമല്ല അത്. രണ്ടാമത്തെ വ്യാഖ്യാനം, ഈ വിശദീകരണം അനുസരിച്ച് ഒരുപാട് പ്രയോഗങ്ങൾ ഖുർആനിലുണ്ട്.
ഖുർആനിൽ ഒരു ഭാഗമുണ്ട്, വസ്അൽ മൻ അർസൽന പോലെ തന്നെ ഒരു പ്രയോഗമുണ്ട്, വസ്അലിൽ ഖർയത, ആ ഗ്രാമത്തോട് ചോദിച്ചു നോക്കൂ. ഗ്രാമത്തോട് ചോദിച്ചു നോക്കൂ എന്ന് പറഞ്ഞാല് ഗ്രാമം ജീവനില്ലാത്തതല്ലേ? ഗ്രാമം ജീവനില്ലല്ലോ, ഒരു ഗ്രാമത്തിന് ജീവനില്ലല്ലോ. അപ്പോ ആ ഗ്രാമത്തോട് ചോദിക്കാൻ പറഞ്ഞാൽ ഗ്രാമത്തോട് സഹായം തേടാമെന്നാണ് അർത്ഥം. അല്ല, ഗ്രാമത്തോട് ചോദിക്കൂ എന്ന് പറഞ്ഞാൽ ആ ഗ്രാമീണവാസികളോട് ചോദിക്കൂ എന്നർത്ഥം, ആ നാട്ടുകാരോട് ചോദിച്ചു നോക്കൂ എന്നർത്ഥം. എന്ന് പറഞ്ഞതുപോലെ വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റുസുലിന, അങ്ങക്ക് മുമ്പുള്ള പ്രവാചകന്മാരോട് ചോദിക്കൂ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ പ്രവാചകന്മാരുടെ അനുയായികൾ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടല്ലോ, അവരോട് ചോദിച്ചു നോക്കുന്നർത്ഥം. ഇതാണ് ശരിക്കും അതിന്റെ അർത്ഥം. അതിനെ എത്ര വിദഗ്ധമായിട്ടാണ് മാറ്റിയെടുത്തത്. അത് വെച്ചിട്ടാണ് നമ്മൾ ചോദിച്ചത്, ഈ ആയത്തനുസരിച്ച് ഏത് സഹാബിയാണ് മുൻകഴിഞ്ഞ മുർസലുകളോട് ചോദിച്ചത്? അത് വേണം, അപ്പൊ തെളിവ് വേണം. ഖുർആനിലൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയത് ഇങ്ങനെ ഒരു രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ അതനുസരിച്ച് സഹാബി മനസ്സിലാക്കിയിട്ടുണ്ടാകണം. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത് ശരിയാകുള്ളൂ. അങ്ങനെ ഒരു നിർബന്ധമുണ്ട് ഇസ്ലാമിന്. അപ്പോ ഈ ഒരു വ്യാഖ്യാനം ഇവിടെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ജിന്നുകളോട് സഹായം തേടാൻ പറ്റുമോ? നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ അടുത്തുണ്ടായ ഒരു ചോദ്യമാണ് അല്ലെ. അപ്പൊ ആ സഹായം തേടുന്നത് വസീലത്തുനില ശിർക്കാണ് എന്ന് ഒരു മുസ്ലിയാർ വാദിച്ചു. അതിന് തെളിവ് എന്താ പറഞ്ഞത്? പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആമിൽ ആയത്തുണ്ട്. അപ്പൊ നമ്മൾ ചോദിച്ചു, ഈ ആയത്തനുസരിച്ച് ഏത് സഹാബിയാണ് ജിന്നിനോട് സഹായം തേടിയത്? സഹാബികൾ ആരും തേടിയിട്ടില്ല. അപ്പൊ ഒരു ആയത്ത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ, അതിനൊരു വിശദീകരണം നമ്മൾ നൽകണമെങ്കിൽ അത് സഹാബികൾ അത് മനസ്സിലാക്കിയിട്ടുണ്ടാകണം, അത് വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ടാകണം. അതനുസരിച്ച് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അഖീദാപരമായ വിഷയത്തിലെല്ലാം ഈ കാര്യം വ്യക്തമായ കാര്യങ്ങൾ തന്നെയാണ്. അതാണ് സഹാബികളുടെ പ്രത്യേകത. അപ്പൊ ആ സഹാബികൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയവരെന്ന നിലയിൽ തന്നെ ഒരൊറ്റ സഹാബിയെ പോലും ചീത്ത പറയാൻ, ആക്ഷേപിക്കാനോ നമുക്ക് അധികാരമില്ല. അതാണ് നമ്മൾ ഇതിൽ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. എന്നാൽ സഹാബിമാരിൽ നിന്നിട്ട് പിൽക്കാലഘട്ടത്തിൽ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ സഹാബികളിൽ നിന്നിട്ട് പുറത്തു പോയ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. സഹാബികളിൽ നിന്ന് മതഭ്രഷ്ട് സംഭവിച്ച് പുറത്തുപോയ ആൾക്കാർ, അങ്ങനെയുള്ള ആളുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആരുമില്ല എന്ന് തീർത്ത് പറയാം. പക്ഷേ രണ്ട് ആളുകളുടെ പേരുകൾ പരാമർശിക്കുന്നുണ്ട്. അതില് ഒന്നാമത്തെ ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന കാലഘട്ടത്തിന് മുമ്പ് ജീവിച്ചിരുന്ന 4-5 ആളുകളുണ്ടായിരുന്നു, 5ഓളം ആളുകൾ ഉണ്ടായിരുന്നു. ആ 5 ആളുകളിൽപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൗഹീദൊക്കെ വേണമെന്ന് പറഞ്ഞിരുന്ന ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നപ്പോൾ അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു. പിന്നീട് അദ്ദേഹം എന്ത് ചെയ്തു? ഇസ്ലാം മതം സ്വീകരിച്ച ഉടനെ അദ്ദേഹം അബിസീനിയയിലേക്ക് പോയി. അബിസീനിയയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ക്രിസ്തു മതം പ്രചാരത്തിൽ നിൽക്കുന്നത് കണ്ട്, അത് പടർന്ന് പന്തലിച്ച് നല്ല അതിന്റെ അഭിവൃദ്ധിയിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം ക്രിസ്തു മതത്തിലേക്ക് മാറി. അങ്ങനെ അദ്ദേഹം ക്രിസ്ത്യാനിയായി മരണപ്പെടുകയാണ് ചെയ്തത്. സഹാബിമാരിൽ ഒരാൾ മാത്രമേ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. രണ്ടാമത്തെ ആള് അബ്ദുല്ലാഹിബിന് സഅദ് ഇബ്നു അബി സർഹ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം സഹാബിയാണ്, പക്ഷേ അദ്ദേഹം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയൊരു രംഗമുണ്ട്. അദ്ദേഹം സഹാബിയാന്ന് മാത്രമല്ല, കുത്താബുൽ വഹിയിൽപ്പെട്ട ഒരാൾ കൂടിയാണ്. കുത്താബുൽ വഹി എന്ന് പറഞ്ഞാൽ വഹി രേഖപ്പെടുത്തിയിരുന്ന, റസൂലുള്ളാഹിക്ക് വഹി ഇറങ്ങുമ്പോൾ അത് രേഖപ്പെടുത്തിയിരുന്ന ചില ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആളുകളിൽ പ്രമുഖനും കൂടിയായിരുന്നു അബ്ദുല്ലാഹിബ്നു സഅദ് ഇബ്നു അബി സർഹ് എന്ന് പറയുന്ന സഹാബി. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പരിശുദ്ധ ഖുർആനിലെ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂൻ അവതരിക്കുന്ന സമയത്ത് വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ, മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ പറ്റിയാണ് പറയുന്നത്. മനുഷ്യനെ മണ്ണിന്റെ സത്തയിൽ നിന്ന് നാം സൃഷ്ടിച്ചു. സുമ്മ ജഅൽന നുത്ഫതൻ ഫീ ഖറാരിൻ മക്കീൻ, പിന്നെ അതിനെ നമ്മൾ ഒരു നുത്ഫയാക്കി, ബീജകണങ്ങളാക്കി അതിനെ നമ്മൾ ഒരു സുരക്ഷിതമായ സ്ഥാനത്ത് നിക്ഷേപിച്ചു. സുമ്മ ഖലഖന നുത്ഫത അലഖതൻ, പിന്നീട് ആ ഭ്രൂണം അണ്ഡം ഭ്രൂണമായി മാറി, പിന്നെ അത് മാംസപിണ്ഡമായി, പിന്നീട് മുഖാത്തൻ അത് രക്തപിണ്ഡമായി, പിന്നെ രക്തം
മാംസം എല്ലുകൾ പൊതിഞ്ഞു. ഫകസൗനൽ ഇളാമ ലഹമ, പിന്നെ എല്ലുകളെ മാംസം പൊതിഞ്ഞു. സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖറ, പിന്നീട് അതിനെ നമ്മൾ വേറെ സൃഷ്ടിപ്പാക്കി. അപ്പൊ മനുഷ്യന്റെ സൃഷ്ടിപ്പ് പറയാണ്, ബീജമായിരുന്നു, പിന്നെ ഭ്രൂണം ആയി, അത് ഭ്രൂണാവസ്ഥയിൽ നിന്നിട്ട് പിന്നെ രക്തമായി, രക്തക്കട്ടയിൽ നിന്ന് മാംസക്കട്ടയായി, പിന്നെ എല്ല് വന്നു, എല്ലുകളെ മാംസം പൊതിഞ്ഞു, അങ്ങനെ നല്ല പുതിയൊരു സൃഷ്ടിപ്പായി മാറി എന്ന അത്ഭുതകരമായ മനുഷ്യ സൃഷ്ടിപ്പിനെ പറ്റി ഇങ്ങനെ പറഞ്ഞ് സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖറ എന്ന് പറഞ്ഞപ്പോ അബ്ദുല്ലാഹി ഇബ്നു സറഹ് അറബി അറിയുന്ന ആൾക്കാരല്ലേ, എഴുതുമ്പോ അറിയുന്ന ആളാണല്ലോ, സാഹിത്യം അറിയുന്ന ആളാണല്ലോ. അബ്ദുല്ലാഹി ഇബ്നു സറഹ് അറിയാതെ പറഞ്ഞു പോയി, ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, അള്ളാഹു എത്ര വലിയ സൃഷ്ടിപ്പിന്റെ ഉടമയാണ്, സൃഷ്ടാവാണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ നാവിൽ നിന്നും ഈ സൃഷ്ടിപ്പിന്റെ മഹത്വവും ഈ ആയത്തുകളുടെ ഘടനയും കണ്ടപ്പോൾ അത്ഭുതത്തോടു കൂടെ പറഞ്ഞതാ. അപ്പറഞ്ഞ വാക്കിന്റെ തൊട്ടുപുറകെ വഹി ഇറങ്ങി, ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, തൊട്ടുപുറകെ ഇറങ്ങി. അത് റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തു. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു അബീ സറഹ് കരുതിയത് എന്താ, ഇതിപ്പോ എനിക്കും പറ്റൂലോ, ഞാൻ പറഞ്ഞ അതേ വാക്ക് തന്നെയല്ലേ ഇപ്പൊ ഈ വന്നേക്കണത്, ഞാൻ പറഞ്ഞ അതേ കാര്യം തന്നെ ഇതാ വന്നേക്കണത്, അപ്പൊ ഇത് എനിക്കും പറ്റും, മുഹമ്മദിന് പറ്റുമെങ്കിൽ എനിക്കും പറ്റും. അങ്ങനെ അദ്ദേഹം വഹി ഇറങ്ങണത് അള്ളാഹുവിൽ നിന്നല്ല, മുഹമ്മദ് നബി സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ്, നമുക്കും കഴിയും ഖുർആൻ ഉണ്ടാക്കാൻ എന്ന ഒരു വാദവുമായിട്ട് മതത്തിൽ നിന്ന് പുറത്തുപോയി. അതാണ് അബ്ദുല്ലാഹി ഇബ്നു സറഹ്. മുസ്അബ് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു പറയാണ്, ലമ്മാ കാന യൗമു ഫത്ഹി മക്ക, മക്ക ഫതഹായ സമയത്ത് ഇഖ്തബ അബ്ദുല്ലാഹി ഇബ്നു അബീ സറഹ് സഅദ് ഇബ്നു അബീ സറഹ് ഇന്ദ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. അബ്ദുല്ലാഹി ഇബ്നു അബീ സറഹ് മതത്തിൽ നിന്ന് പുറത്തുപോയി ഇസ്ലാമിക ഭരണം വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മുർത്തദ് എന്നുള്ള പരിഗണന വന്നു. മുർത്തദ് എന്ന നിലയിൽ ഇസ്ലാമിക രാഷ്ട്രത്തിന് എതിരാകുന്ന വ്യക്തി എന്ന നിലയിൽ കൊന്നുകളയണം. പക്ഷേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ എന്ത് ചെയ്തു, അഭയം കൊടുത്തു, കൊല്ലാൻ പാടില്ല, അഭയം കൊടുത്തു. അങ്ങനെ ഫജാഅ ബിഹി, അദ്ദേഹത്തെയും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബായി അബ്ദുല്ല ഫറഫഅ റഅസഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു അബീ സറഹുമായിട്ട് ബൈഅത്ത് ചെയ്യുക, അദ്ദേഹം ഇസ്ലാമിലേക്ക് തിരിച്ചു വരാൻ തയ്യാറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തല ഉയർത്തി നോക്കി, ഫനളറ ഇലൈഹി സലാസൻ, 3 പ്രാവശ്യം ഇങ്ങനെ നോക്കി. കുല്ലു ദാലിക യഅബ, 3 പ്രാവശ്യവും വൈമനസ്യം കാണിച്ചു റസൂലുള്ളാഹ്, താല്പര്യം കാണിച്ചില്ല. ഫബായഅഹു ബഅദ സലാത്തിൻ, 3ാമത്തെ പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, 3 പ്രാവശ്യവും തല തിരിച്ചു കളഞ്ഞിട്ട് 4ാമത്തെ പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്ത് ചെയ്തു. അങ്ങനെ അദ്ദേഹം പോയി. അപ്പൊ അദ്ദേഹം വീണ്ടും സഹാബിയായി, അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് വന്നു. സുമ്മ അഖ്ബല അലാ സുഹാബി, അവർ പോയി കഴിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളുടെ നേരെ തിരിഞ്ഞു. അല്ലാഹ് അപ്പോ അബ്ദുല്ലാഹി ഇബ്നു അബീ സറഹ് എന്ന് പറയുന്ന വ്യക്തി ഇസ്ലാമിൽ നിന്നും പുറത്തു പോയതിനു ശേഷം ദീനിലേക്ക് പല ആളുകളും വരുന്നതിന് തടസ്സം നിൽക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നിസ്സാര വിഷയങ്ങളല്ല. അതുകൊണ്ട് തന്നെയാണ് കൊന്നുകളയാനുള്ള തീരുമാനം എടുത്തത്. പക്ഷേ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊണ്ടുവരികയും അദ്ദേഹം കടന്നു വരികയും പിന്നെ പ്രവാചകനോട് ബൈഅത്ത് ചെയ്യാൻ തയ്യാറാകുകയും ചെയ്തത് സഹാബിയായി ജീവിക്കാനുള്ള കൊതി കൊണ്ടല്ല, മറിച്ച് ജീവിക്കാനുള്ള കൊതി കൊണ്ടാണ്. കാരണം ഇനി മുന്നോട്ട് ജീവിക്കണമെങ്കിൽ ഇതേ മാർഗമുള്ളൂ എന്ന് മനസ്സിലായി, നിർബന്ധിതനായി. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാൾ പോയതിനു ശേഷം സഹാബികളുടെ നേരെ തിരിഞ്ഞിട്ട് ചോദിച്ചു, അമാ കാന ഫീക്കും റജുലുൻ റഷീദ്, നിങ്ങളുടെ കൂട്ടത്തിൽ വിവേകബോധമുള്ള ആരുമില്ലേ? റസൂൽ ചോദിച്ചാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ റജുലുൻ റഷീദ് എന്ന് പറഞ്ഞാൽ വിവരമുള്ള ആൾക്കാർ, ബോധമുള്ള മനുഷ്യന്മാർ നിങ്ങളുടെ കൂട്ടത്തിലില്ലേ? യഖൂമു ഇലാ ഹാദാ ഹൈസു റആനി കഫഫ്തു യദി അൻ ബൈഅത്തിഹി ഫയഖ്തുലുഹു, അയാൾ എൻ്റെ അരികിൽ വരികയും ബൈഅത്ത് ചെയ്യാൻ താല്പര്യം കാണിക്കുകയും ഞാൻ കൈ കൊടുത്ത് ബൈഅത്ത് ചെയ്യുന്നതിൻ്റെ വരെയും കാത്തിരിക്കാനേ നിങ്ങൾക്ക് കഴിഞ്ഞുള്ളൂ, അതിന് മുമ്പ് അയാളെ നിങ്ങൾക്ക് കൊല്ലാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊരു ചോദ്യം റസൂലുള്ളാഹി ചോദിച്ചു. എന്ന് പറഞ്ഞാൽ അയാളെ കൊല്ലേണ്ട വ്യക്തി തന്നെയാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞത്. ഫഖാലു, അപ്പൊ സഹാബികൾ പറഞ്ഞു,
മാ നദിരി യാ റസൂലുള്ളാഹി മാഫി നഫ്സിക, നിങ്ങളുടെ മനസ്സിലുള്ളത് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ലല്ലോ, നിങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്തിരുന്നതെന്ന് നമുക്ക് അറിയില്ലല്ലോ. അല ഔമഅത്ത ഇലൈന ബി ഐനിക, കണ്ണുകൊണ്ടൊന്നും ഇങ്ങനെ കാണിച്ചാൽ പോരായിരുന്ന, ഇങ്ങനെ കാണിച്ചാൽ പോരായിരുന്ന, ഞങ്ങൾ കൊല്ലൂലായിരുന്നോ? നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടപ്പോൾ കൊടുത്ത മറുപടി, ഇന്നഹു ലാ യംബഗി ലിനബിയ്യിൻ അൻ തകൂന ലഹു ഖായിനത്തുൽ അഅ്യുൻ, ഒരു നബിക്കും കണ്ണുകൊണ്ട് വഞ്ചന കാണിക്കാൻ അധികാരമില്ല. അതൊരു വഞ്ചനയാണല്ലോ. അയാൾ ഇങ്ങനെ കടന്നു വരുമ്പോൾ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണിച്ച്, ആ പണി വഞ്ചനയാണ്. നേർക്ക് നേരെ റസൂലിന് അധികാരമുള്ളൂ. കണ്ണുകൊണ്ട് വഞ്ചന കാണിക്കാൻ ഒരു നബിക്ക് അധികാരമില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നത്. അപ്പൊ റസൂൽ എത്രമാത്രം സൂക്ഷ്മത പാലിക്കുന്നുണ്ട്. ആ പ്രവാചകത്വത്തോടുള്ളതായ കൂറ്, അതിനോടുള്ളതായ നീതി എത്രമാത്രം അല്ലാഹു റസൂൽ കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ വ്യക്തിയാണ് മതത്തിൽ നിന്ന് പുറത്തു പോയത്. പക്ഷേ അദ്ദേഹം സ്വഹാബിയായി. ഏത് മനസ്സാണെന്ന് നമുക്കറിയേണ്ട ആവശ്യമില്ല. അപ്പൊ മറ്റാരും മതത്തിൽ നിന്ന് പുറത്തു പോയി എന്ന് പറയപ്പെടുന്നവരില്ല. പോയിട്ടുണ്ടെങ്കിൽ തന്നെ പോയവർ വീണ്ടും മടങ്ങി വരികയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്രയും കറക്റ്റാണ് സഹാബികളുടെ ജീവിതം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ പറയുകയാണ്, ലാ തസുബ്ബു അസ്ഹാബ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ആരും മുഹമ്മദ് നബിയുടെ സഹാബികളെ ചീത്ത പറയരുത്. ഫല മഖാമു അഹദിഹിം സാഅത്തൻ ഖൈറും മിൻ ഇബാദത്തി അഹദിക്കും 40 സന. അവരുടെ ഒരു സാഅത്ത്, ഒരു മണിക്കൂർ കൂട്ടിക്കും, ഒരു മണിക്കൂർ ഉള്ള അവരുടെ ജീവിതം നിങ്ങൾ 40 വർഷം ഇബാദത്ത് ചെയ്താലും അത്രത്തോളം ആകൂല. അപ്പൊ അവരൊരു മണിക്കൂർ ഇവിടെ ഇബാദത്ത് ചെയ്ത് ജീവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 40 കൊല്ലം ഇബാദത്ത് ജീവിച്ചതിനേക്കാൾ മഹത്തമാണ് അവരുടെ ആ ഒരു മണിക്കൂർ സമയം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് തന്നെ മുഴുവൻ സഹാബികളുടെ പേരിലും തർളിയത്ത് ചെല്ലൽ നമുക്ക് ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്. തർളിയത്ത് ചെല്ലുക എന്ന് പറയുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയൽ നമുക്ക് ബാധ്യതയാണ്. എല്ലാ സഹാബികളുടെ മേലും ബാധ്യതയാണ്. അത് ഖുർആനിൽ പറഞ്ഞു, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളിൽ നിന്നും അൻസാറുകളിൽ നിന്നും മുൻകടന്ന ആളുകൾ, വിശ്വാസത്തിൽ മുൻകടന്ന ആളുകൾ. സാബിഖീങ്ങൾ എന്ന് പറയുന്ന കുറച്ച് സഹാബികളുണ്ട്. അവരാരൊക്കെയാണെന്ന് നമ്മുടെ ചർച്ചയിൽ വരാനുണ്ട്. സാബിഖുകൾ എന്ന് പറഞ്ഞ എണ്ണം പറഞ്ഞ ചില സഹാബികൾ. ആ സഹാബികൾ കഴിഞ്ഞാൽ സാബിഖുകൾ എന്ന സാബിഖുകൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടീം, ഒന്നാം ബെഞ്ചുകാർ, മുൻനിരക്കാർ. അത് മുഹാജിറുകളിൽ നിന്നുകൊണ്ട് അൻസാറുകളിൽ നിന്നുണ്ട് എന്ന് പറഞ്ഞാൽ മക്കക്കാരിൽ നിന്നും മദീനക്കാരിൽ നിന്നുണ്ട് ഒന്നാം നിരക്കാരായ ആളുകൾ. വല്ലദീന തബഊഹും ബിഇഹ്സാൻ, അവരെ പിൻപറ്റി നന്മയിൽ പിൻപറ്റി വന്ന പിൽക്കാലഘട്ടക്കാരായ സഹാബികളും. റളിയല്ലാഹു അൻഹും, അവരെ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. അപ്പൊ സഹാബികളുടെ പേരിലാണ് എന്ത് ചെയ്യേണ്ടത്? റളിയല്ലാഹു അൻഹും എന്ന് പറയേണ്ടത്. താബിഈകളുടെ പേരിലൊന്നും റളിയല്ലാഹു അൻഹും ഇല്ല. പിൽക്കാലഘട്ടത്തിലുള്ള ഒരാളുടെ പേരിലും റളിയല്ലാഹു അൻഹും ഇല്ല. ഇമാമുകളാണെങ്കിലും ഇപ്പോൾ ഇമാം ബുഖാരി, സ്വഹീഹുൽ ബുഖാരിയുടെ രചനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ത്യാഗമൊക്കെ വലുതാണ്. എത്ര വലിയ ത്യാഗം ചെയ്താലും സഹാബികളുടെ അവർക്ക് കൊടുത്ത പരിഗണന അവർക്കില്ല. ഇമാം ബുഖാരിയുടെ പേര് വെക്കുമ്പോൾ റളിയല്ലാഹു അൻഹും ഇല്ല. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മുടെ നാട്ടിലെ ഉസ്താദുമാര് ആരുടെ പേര് കേട്ടാലും റളിയല്ലാഹു അൻഹു പറയും. CM മടവൂർ റളിയല്ലാഹു അൻഹു. പൊട്ടത്തരാണ് പറയണത്. കാരണം ആ പദത്തിന്റെ അർത്ഥം എന്താ? റളിയല്ലാഹു എന്നർത്ഥം അള്ളാഹ് തൃപ്തിപ്പെട്ടു, അൻഹു അവരെ, ആ വ്യക്തിയെ അള്ളാഹ് തൃപ്തിപ്പെട്ടു എന്നർത്ഥം. അള്ളാഹ് തൃപ്തിപ്പെടണമെങ്കിൽ അള്ളാഹ് തൃപ്തിപ്പെട്ട വിവരം നമ്മൾ അറിയണ്ടേ? CM മടവൂർ എന്ന് പറഞ്ഞ വ്യക്തി അള്ളാഹ് തൃപ്തിപ്പെട്ടു എന്നല്ലേ പറഞ്ഞത്. അള്ളാഹ് തൃപ്തിപ്പെട്ടു എന്ന് എങ്ങനെ നമ്മൾ അറിഞ്ഞു? വഹി വേണം. അപ്പൊ അള്ളാഹ് തൃപ്തിപ്പെട്ട് എന്ന് അറിയാത്ത കാലത്തോളം ആ വ്യക്തിയുടെ മേൽ അങ്ങനെ പറയുമ്പോൾ അത് അള്ളാഹിന്റെ മേൽ കളവ് പറയലാണ്. ഒരിക്കലും പറ്റില്ല അത്. പിന്നെ അങ്ങനെയുള്ള വ്യക്തികൾ, സഹാബികൾക്ക് ശേഷം പിന്നെ വന്ന വ്യക്തികൾ, ആ വ്യക്തികളുടെ മേലിൽ അവരുടെ പേര് കേൾക്കുമ്പോൾ റഹ്മത്തുള്ളാഹി അലൈഹി, അള്ളാഹുവിന്റെ കാരുണ്യം അവർക്കുണ്ടാകട്ടെ, പ്രാർത്ഥിക്കാം. റളിയല്ലാഹു അൻഹു അള്ളാഹ് തൃപ്തിപ്പെട്ടു എന്ന് ഉറപ്പുള്ള കാര്യമാണ്.
റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കാരുണ്യം അവരുടെ മേലുണ്ടാകട്ടെ. റഹിമഹുല്ല, അള്ളാഹ് അവരോട് കരുണ കാണിക്കട്ടെ, അത്രേ ഉള്ളൂ. നമ്മുടെ നാട്ടില് ചില ആൾക്കാരുടെ പേര് കേൾക്കുമ്പോ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, പേര് പടക്കം പൊട്ടിച്ച് പേടിപ്പിക്കാന്ന് പറഞ്ഞല്ലേ, എന്നല്ല ഈ പേരൊക്കെ പറഞ്ഞങ്ങോട്ട് പേടിപ്പിക്കാം. അദ്ദേഹത്തിന്റെ സിറിനെ അള്ളാഹു താല സിർ എന്ന് പറഞ്ഞ രഹസ്യത്തെ അള്ളാഹു താല പരിശുദ്ധമാക്കിയിരിക്കുന്നു എന്നർത്ഥം. എന്നാൽ രഹസ്യ ജീവിതം നല്ലതാണെന്ന് അർത്ഥം. അള്ളാഹ് നമുക്കറിയോ അയാളുടെ രഹസ്യ ജീവിതം നല്ലതാണെന്ന് നമ്മളെങ്ങനെ അറിയും? അങ്ങനെ കുറെ പേരുകൾ കൊടുക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ഇതൊക്കെ ഷീഈകളിൽ നിന്ന് കടന്നു വന്നാണ്. ഇപ്പോ ഈ അവരുടെ പള്ളികളിലൊക്കെ ജുമാക്ക് ഖുത്ബ നിർവഹിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പോയിട്ടുണ്ടോന്ന് അറിയാം, നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. രണ്ടാമത്തെ ഖുത്ബയുടെ അവസാനം അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബീ താലിബ് കറമല്ലാഹു വജ്ഹഹു, അവിടെ റളിയല്ലാഹു അൻഹു ഇല്ല. ഷിയാക്കൾ ഉണ്ടാക്കിയ പണിയാണത്. ഒരു മസ്ജിദ്, ആ മസ്ജിദിൽ നടക്കുന്ന പണി ഷിയാക്കളുടെ പണിയാണെന്നറിയാം. ഇത് മാത്രം കേട്ടാൽ മതി. അലി റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തെ അല്ലാഹു തആല ആദരിച്ചിരിക്കുന്നു എന്നാണ് അതിനർത്ഥം. അല്ലെങ്കിൽ അദ്ദേഹത്തെ അല്ലാഹു ആദരിച്ചിരിക്കുന്നു അങ്ങനെയാണോ പറയാൻ പറഞ്ഞത്? അല്ല, അവരുടെ പേര് കേട്ടാൽ റളിയല്ലാഹു അൻഹു എന്നാണ് പറഞ്ഞത്. അലി റളിയല്ലാഹു അൻഹു മോശക്കാരനായിട്ടാണോ? അല്ല, അദ്ദേഹം മഹാനാണ്. സഹാബികളുടെ വർണ്ണനകൾ, സഹാബികളുടെ മദ്ഹുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ മദ്ഹ് വന്നിരിക്കുന്നത് ആരെ പറ്റിയാണ്? അലി റളിയല്ലാഹു അൻഹുവിനെ പറ്റിയാണ്. അതിന്റെ കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഒരു ഷിയത്ത് അലി വിഭാഗം രൂപപ്പെട്ടു, ഷിയാക്കളുടെ രൂപം. അത് വന്നപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിനെ കാഫിറാക്കി. ഇന്നത്തെ ഷിയാക്കള് അന്ന് അലി റളിയല്ലാഹു അൻഹുവിനെ കാഫിറാക്കി. അലി റളിയല്ലാഹു അൻഹുവിനെ കാഫിറാക്കിയപ്പോൾ അദ്ദേഹം കാഫിറല്ല, അദ്ദേഹം മഹാനാണെന്ന് തെളിയിക്കാൻ അന്ന് റസൂലിൽ നിന്നും കേട്ട ഹദീസുകൾ മുഴുവനും സഹാബികൾ റിപ്പോർട്ട് ചെയ്തു. ആ ഹദീസുകളെ പിൽക്കാലഘട്ടത്തിൽ ഷിയാക്കൾ എടുത്തിട്ട് അതിന്റെ കൂടെ അതിന്റെ 10,000 ഇരട്ടി ചേർത്തുകൊണ്ട്, കള്ള ഹദീസുകൾ ചേർത്തുകൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഒരു വലിയ സംഭവം ഉണ്ടാക്കിയെടുത്തു. ഷിയാക്കൾ അത് വെച്ച് ആഘോഷിച്ചു. അപ്പൊ അലി റളിയല്ലാഹു അൻഹുവിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഇവർ ഉണ്ടാക്കിയെടുത്ത കുറെ തന്ത്രങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണത്. സഹാബികൾ അവരുടെ പേരിൽ റളിയല്ലാഹു അൻഹു പറയാം, മറ്റുള്ള ആദരിക്കപ്പെടുന്ന വ്യക്തിയുടെ പേരിൽ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറയാം, അല്ലെങ്കിൽ റഹിമഹുല്ല എന്ന് പറയാം. മർഹൂം എന്ന പദം പാടില്ല. മർഹൂം ഖബറിന്റെ മുകളിലൊക്കെ എഴുതി വെക്കില്ല മർഹൂം, അല്ലെങ്കിൽ മരിച്ചുപോയ ഒരാളുടെ പേര് എഴുതില്ലേ, മർഹൂം AP അബ്ദുൽ ഖാദർ മൗലവി എന്നൊക്കെ പറയാറില്ല. മർഹൂം എന്നുള്ളത് തെറ്റായ പ്രയോഗമാണ്. അതും ഈ പറഞ്ഞ പോലെ ഷീഈ കാഴ്ചപ്പാടിൽ നിന്നും വന്നതാണ് മർഹൂം. മറിച്ച് മരിച്ചുപോയ വ്യക്തി നല്ല മനുഷ്യനാണ്, നമുക്ക് അയാളെ പറ്റി അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. റഹിമഹുല്ല പറഞ്ഞു. മഹാനായ AP അബ്ദുൽ ഖാദർ മൗലവി റഹിമഹുല്ല, മഹാനായ ഉമർ മൗലവി റഹിമഹുല്ല പറഞ്ഞു, കുഴപ്പമില്ല. മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദർ റഹ്മത്തുള്ളാഹി അലൈഹി റഹിമഹുല്ല പറഞ്ഞു, കുഴപ്പമില്ല. അതിൻ്റെ അപ്പുറത്തേക്ക് ഈ പറഞ്ഞ പ്രയോഗങ്ങൾ തെറ്റായ പ്രയോഗങ്ങളാണ്, നമ്മൾ അറിയേണ്ടത്. ഇനി സാബിഖീങ്ങളെ സംബന്ധിച്ച് ഉള്ള ഒരു വിശദീകരണം നമുക്ക് തരാനുണ്ട്. സഹാബികളിൽ ഇനി ചില പോയിന്റുകൾ പറയാനുണ്ട്. ഒരു 2-3 കുറച്ച് സഹാബികളെ പറ്റി പറയാനുണ്ട്, സാബിഖീങ്ങളുടെ ഒരു ചരിത്രമൊക്കെ പറയാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യാം. മർഹൂം എന്ന് പറഞ്ഞാൽ റഹ്മത്ത് നൽകപ്പെട്ട വ്യക്തി എന്നർത്ഥം. കാരുണ്യം നൽകപ്പെട്ട ആൾ. കാരുണ്യം നൽകപ്പെട്ടോ ഇല്ലയോ എന്ന് നമുക്കറിയും. ഒരാള്, ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു യുദ്ധം ചെയ്തുകൊണ്ടിരിക്കെ ഒരു വ്യക്തി ധീരമായി പോരാടി അയാളുടെ പോരാട്ടം കണ്ടപ്പോൾ സഹാബികൾ പറഞ്ഞു, അയാൾ വല്ലാത്ത പോരാളിയാണല്ലേ, വല്ലാത്ത ഇതാണ്, സ്വർഗം അയാൾക്ക് കിട്ടും, അയാളുടെ മരണം ഷഹീദിന്റെ മരണമായിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് പറയാൻ നിങ്ങൾക്ക് എന്താ അധികാരം എന്ന് ചോദിച്ചു. ദീനിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ആളാ, അത് പറയാനുള്ള അധികാരം നമുക്ക് ആർക്കും ഇല്ല. അയാൾ എങ്ങനെ മരിക്കുന്നു പറയാൻ നമുക്ക് അധികാരമില്ല. ആ യുദ്ധത്തിൽ തന്നെ അയാൾ സ്വന്തം ആയുധം ശരീരത്തിൽ കുത്തിക്കയറ്റി ആത്മഹത്യ ചെയ്തു.
മനസ്സിലായ? അപ്പൊ റസൂലിന്റെ കാലത്ത് റസൂലിനോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തി ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്തു, പക്ഷേ മരണപ്പെട്ടത് ആരാ? നന്നായിട്ടാണോ? അല്ല. അതുപോലെ തന്നെ ഒരു വ്യക്തി മരണപ്പെട്ടപ്പോൾ അയാളുടെ പ്രവർത്തനങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു അയാൾക്ക് സ്വർഗം ഉണ്ടായിരിക്കും അല്ലേ, സ്വർഗം കിട്ടാണ്ടിരിക്കൂലല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് അയാളുടെ മരണം എങ്ങനെയാണെന്ന് നമുക്കറിയില്ലല്ലോ, അത്രത്തോളം നമുക്ക് അയാളെ പറ്റി പറയാനും കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഒരാൾ മർഹൂം എന്ന് പറയണമെങ്കിൽ അത് എത്ര വലിയ ആളാണെങ്കിലും അയാളുടെ മരണം നന്നായോ ഇല്ലയോ എന്ന് നമ്മൾ അറിയാത്ത കാലത്തോളം പറയാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ റഹിമഹുല്ലാ അവിടെ അവസാനിക്കും. ഈസാ നബി പറ്റൂല. ഈസാ നബിയെ കണ്ടിട്ടില്ല, നേരിട്ട് കണ്ടിട്ടില്ല. അത് അങ്ങനെ പറയാൻ പറ്റൂല. അങ്ങനെ പറയാൻ കഴിയില്ല. നബി സഹാബീനേക്കാൾ കൂടുതൽ പദവിയുള്ളതല്ലേ നബി എന്നുള്ളത്. നമ്മളിപ്പോ ഇവിടുത്തെ SP സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കോൺസ്റ്റബിൾ ആണെന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നതിന് തുല്യല്ലേ? SP ആണ് ഇവിടെ. അപ്പൊ SP അവിടെ ഉണ്ട്. അപ്പോ അദ്ദേഹം കോൺസ്റ്റബിൾ ആണോ എന്ന് ചോദിച്ചാൽ അതിനർത്ഥം അദ്ദേഹത്തിന്റെ പദവി കൂടുതലാണെന്നാണല്ലോ. സഹാബി എന്നുള്ളത് നബിയുടെ പദവിയുടെ താഴെയാണ്. ഈസാ നബി ആരാണ്? നബിയാണ്, റസൂലാണ്, ഉലുൽ അസ്മാണ്. ഈ 3 പദവിയുള്ള വലിയ പദവിയുള്ള സ്ഥാനമാണ് അദ്ദേഹം. പിന്നെ സഹാബിയാണോ എന്ന് ചോദിക്കുന്നതിൽ പ്രസക്തിയില്ല. അവസാനിപ്പിക്കാം. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.